ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്ന് പൽക്കാലം നമുക്ക് ഒരുമിച്ച് കൂടി വരുവാനായിട്ട് ദൈവം കൃപ ചെയ്തതിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. പ്രീതി ഇന്നും വന്നിട്ടില്ല. പ്രീതിയുടെ മദറിന് സൗഖ്യമായിട്ടുണ്ട് എങ്കിൽ തന്നെ ഒരു പൂർണ്ണമായിട്ടുള്ളൊരു സൗഖ്യത്തിനായിട്ട് അത് ഹീൽ ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. ദൈവം കരുണ ചെയ്യട്ടെ. ഇന്ന് കടന്നു വന്ന എല്ലാവരെയും ദൈവനാമത്തിൽ വീണ്ടും സ്വാഗതം ചെയ്യുന്നു. കർത്താവിൻ്റെ വലിയ കൃപ നമ്മൾ ഈ കഴിഞ്ഞ നാളുകൾ എനിക്ക് തോന്നുന്നു പാസ്റ്റർ മാത്യു നമ്മൾക്ക് തന്നിരിക്കുന്നതായിട്ടുള്ള തീമിനെ ബേസ് ചെയ്തിട്ട് വളരെ ശക്തമായിട്ടുള്ള മെസ്സേജസ് എനിക്ക് തോന്നുന്നു നമ്മുടെ മധ്യത്തിൽ തരുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഈ മെസ്സേജസ് നമ്മൾ നോട്ട് ചെയ്യുകയും അത് ധ്യാനിക്കുകയും അത് ജീവിതത്തിൽ അത് പകർത്താനായിട്ട് ശ്രമിക്കുകയും ചെയ്യുമ്പോഴാണ് സത്യത്തിൽ ആ ഒരു മെസ്സേജിൻ്റെ ഉൾക്കാഴ്ച അല്ലെങ്കിൽ അതിൻ്റെ ശക്തി നമ്മുടെ മധ്യത്തിലേക്ക് കടന്നു വരുന്നത്. നമുക്ക് ലഭിച്ചതായിട്ടുള്ള ഈ ഒരു ദൈവവചനത്തിൻ്റെ ആ സത്യമെന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, വചനമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. വചനത്തിലൂടെ നമ്മൾ എത്രത്തോളം നമ്മൾ ഊളിയിട്ട് ഇറങ്ങുന്നതോ അത്രത്തോളം നമുക്ക് മുത്തുകൾ പറക്കിയെടുക്കാനായിട്ട് കഴിയും. തന്നെയുമല്ല, ആ വചനം നമ്മളെ സ്ഥിരപ്പെടുത്തും. എൻ്റെ പാറയാകും യേശുനാഥ, നമ്മളൊരു പാട്ട് പാടാറുണ്ട് അല്ലേ? പാറയാകുന്ന യേശു നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് നമ്മൾ ക്രിയ ചെയ്യുവാനായിട്ട് അവന് കഴിയണമെന്നുണ്ടെങ്കിൽ അത് ഒരു ശക്തമായിട്ടുള്ള ആ വചനത്തിൽ ആശ്രയം നമ്മൾ വച്ചാൽ മാത്രമേ അത് നടക്കത്തുള്ളൂ. അപ്പം അത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് മുന്നോട്ട് പോകട്ടെ. അപ്പം ഞാൻ ഒരു ഭാഗം ഈ ഭാഗം ഞാൻ ഇവിടെ എടുത്തോന്ന് എനിക്ക് അറിയില്ല. ഇപ്പം പല സ്ഥലങ്ങളിൽ എനിക്ക് കിട്ടുന്ന ആശയങ്ങൾ പല സ്ഥലങ്ങളിൽ ഞാൻ പകരുന്നതുകൊണ്ട് ഞാൻ ഡേറ്റൊന്നും എഴുതി വയ്ക്കാറില്ല. ഇത് ചിലപ്പം റിപ്പീറ്റഡ് ആയി പോകുമെന്ന് തന്നെ എനിക്കൊരു ഭയമുണ്ട്. അപ്പം ഈ ഒരു ഭാഗം വിശ്വാസം നമ്മളിൽ നിന്ന് എങ്ങനെ സ്ലിപ്പ് ചെയ്തു പോകുന്നു എന്നുള്ളൊരു ഭാഗം ഞാൻ എടുത്തിട്ടുണ്ടോ. നമ്മുടെ ഒരു സീരീസ് ഓഫ് ടോക്കിൽ പെട്ടൊരു കാര്യമാണ്. നമ്മുടെ ഈ തീം നമുക്കറിയാം, എൻ്റെ വചനങ്ങളെ കൈക്കൊണ്ട് എൻ്റെ കൽപ്പനകളെ നിൻ്റെ ഉള്ളിൽ സംഗ്രഹിച്ചാൽ നീ യഹോവാഭക്തി ഗ്രഹിക്കുകയും ദൈവപരിജ്ഞാനം കണ്ടെത്തുകയും ചെയ്യും. ഇത് നമ്മുടെ തീമാണ്. സദൃശ്യവാക്യം 2:2 മുതൽ 5 വരെയുള്ള ഈ ഭാഗങ്ങളിൽ എനിക്ക് തോന്നുന്നു പാസ്റ്റർ മാത്യു വളരെ ശക്തമായിട്ട് എനിക്ക് തോന്നുന്നു ഇതിനെ കണ്ടിന്യൂസ് ആയിട്ട് എടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അത് വളരെ നല്ലൊരു കാര്യമാണ്. നമ്മുടെ ആശയം നമ്മുടെ ജീവിതത്തിലേക്ക് പതിയണം. ഒരുപാട് സംശയങ്ങൾ പലർക്കും ഉണ്ടാകാറുണ്ട്. ഈ കഴിഞ്ഞ ദിവസം എന്നോടൊരു ഇവിടെ കടന്നു വരുന്നതായിട്ടുള്ളൊരു സഹോദരി തന്നെ എന്നോട് ചോദിച്ചു, ഈ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കുമ്പോൾ ഈ അന്യഭാഷ വരുന്നു എന്ന് മാത്രമാണോ, അതാണോ അതിൻ്റെ അഭിഷേകത്തിൻ്റെ ലക്ഷണം എന്നുള്ളത്. പലരും നമ്മൾ ഒരുപാട് ക്ലാസ്സുകൾ ഇതിനെക്കുറിച്ച് എടുത്തിട്ടുണ്ടെങ്കിലും പലർക്കും പല രീതിയിലുള്ള ഡൗട്ടാണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പെൻറ്റക്കോസ്റ്റൽ ടീച്ചിങ്സിൽ കൂടുതലും പ്രഷർ കൊടുക്കുന്നത് അല്ലെങ്കിൽ കൂടുതലും അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഈ അന്യഭാഷയുടെ ആ ഒരു ഇത് മാത്രം എന്നുള്ള ആ ഒരു കൺസെപ്റ്റിലാണ്. എന്നാൽ പരിശുദ്ധാത്മാ അഭിഷേകം പ്രാപിക്കുമ്പോൾ 2 തിമോത്തി നമ്മൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാകും, പരിശുദ്ധാത്മാ അഭിഷേകം പ്രാപിക്കുന്ന ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ ലക്ഷണം എന്ന് പറയുന്നത് അവൻ്റെ ധൈര്യമാണ്. ലജ്ജ കൂടാതെ സുവിശേഷം പറയുവാനും ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുവാനും ഉള്ള ഒരു ധൈര്യമാണ് അവൻ്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാ അഭിഷേകത്തിലൂടെ കടന്നു വരുന്നത്. നിങ്ങൾ എത്ര അന്യഭാഷ പറഞ്ഞാലും ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ജീവിതമില്ല എങ്കിൽ യാതൊരു പ്രയോജനവും അതുകൊണ്ടില്ല. അപ്പോസ്തലനായ പൗലോസ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ പരിശുദ്ധാത്മാ അഭിഷേകം പ്രാപിക്കുന്ന ഓരോ വ്യക്തികളുടെയും ജീവിതത്തിലേക്ക് പരിശോധിച്ച് നോക്കണം. ഞാൻ പരിശുദ്ധാത്മാ അഭിഷേകം പ്രാപിച്ചിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിച്ച് നോക്കണം. എനിക്ക് ധൈര്യമുണ്ടോ? എനിക്ക് ആരുടെയും മുൻപിൽ യേശുവിനെ പറയാനുള്ള ഒരു കരുത്തുണ്ടോ? എനിക്ക് യേശു ലജ്ജ കൂടാതെ എൻ്റെ ജീവിതത്തിലേക്ക് എനിക്ക് ആ ലജ്ജ കൂടാതെ കാര്യങ്ങളെ അവതരിപ്പിക്കാനായിട്ട് എനിക്ക് കഴിയുമോ? എനിക്ക് ആരെന്നെ എന്ത് ഭയപ്പെടുത്തിയാലും എനിക്ക് ഈ കർത്താവിൽ നിൽക്കാൻ കഴിയുമോ? ഈ കാര്യങ്ങളൊക്കെ നമ്മൾക്ക് ഒരു ആൻസർ യെസ് ആണെങ്കിൽ തീർച്ചയായിട്ടും ആ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നിങ്ങൾ പ്രാപിച്ചിട്ടുണ്ട്. ഇനിയും അന്യഭാഷ എന്ന് പറയുന്നൊരു ഗിഫ്റ്റാണ്. അത് ചിലപ്പോൾ നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ലായിരിക്കാം. എന്നാൽ അത് ലഭിക്കേണ്ടുന്നത് ഒരു നല്ല കാര്യം തന്നെയാണ്.
പക്ഷേ അപ്പോസ്തലൻ പൗലോസ് വളരെ വ്യക്തമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. അന്യഭാഷയിൽ നിങ്ങൾ അവിടെ നിൽക്കരുത്, അതിനെ വ്യാഖ്യാനിക്കാനുള്ള വരം കൂടി നിങ്ങൾ ചോദിക്കണം. അന്യഭാഷയിൽ 100 വാക്ക് 1000 വാക്കുകൾ പറയുന്നതിനേക്കാളും 5 വാക്കുകൾ സുബോധത്തിൽ സംസാരിക്കുന്ന അത്ര ഉചിതമെന്ന് അപ്പോസ്തലൻ പൗലോസ് തന്നെയാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ നമ്മൾ കൂട്ടിച്ചേർത്ത് വായിച്ച് മനസ്സിലാക്കുമ്പോൾ നമുക്ക് വളരെ വ്യക്തമാണ്, നമുക്ക് ലഭിച്ചതായിട്ടുള്ള ഗിഫ്റ്റുകളെ പ്രകാശനം ചെയ്യണം, അതിനെ നമ്മൾ ഊർജപ്പെടുത്തി നമ്മൾ അതിനെ ശക്തീകരിച്ച് കൊണ്ടുപോകണം. അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മുടെ ഗിഫ്റ്റുകൾ നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങുകയും ചെയ്യണം. ഇത് രണ്ടും നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു കത്തി നമ്മൾ കഴുകി വൃത്തിയാക്കി നമ്മളൊന്ന് വച്ച് നോക്കിയാൽ, നിങ്ങളെ മേശപ്പുറത്തൊന്നും അല്ല, നിങ്ങളുടെ അടുക്കളയിൽ ഒന്ന് വെച്ച് നോക്കിയാൽ ഉപയോഗിക്കാതെ ഒരു മാസം കഴിഞ്ഞിട്ട് നിങ്ങൾ ആ കത്തി നോക്കിയാൽ നിങ്ങൾക്ക് എന്താ കാണാൻ പറ്റുന്നത്? അവിടെ തുരുമ്പ് പിടിച്ചിരിക്കുന്നത് പോലെ നിങ്ങൾക്ക് കാണാനായിട്ട് ഓക്സിഡേഷൻ സംഭവിച്ചിരിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന കൃപകളെ നമ്മളത് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുമ്പോഴാണ് ഇതെല്ലാം പ്രകടമായിട്ട് വരുന്നത്. ഇതെല്ലാം ആത്മാവിൻ്റെ അഭിഷേകത്തിൻ്റെ ചില ലക്ഷണങ്ങളാണ്. അപ്പം അതുകൊണ്ട് ആത്മാവിൻ്റെ അഭിഷേകം നമ്മൾ ശക്തിയോടെ പ്രാപിച്ചിരിക്കേണ്ടത് ഒരാവശ്യം തന്നെയാണ്. അതൊരു സംശയമില്ല. അന്യഭാഷ അതിനൊരു അടയാളമായിട്ട് നിൽക്കുന്നു എന്നുള്ളതും സംശയമില്ല. ഇതെല്ലാം കറക്റ്റാണ്. ദൈവം അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിച്ച് ആ രീതിയിൽ മുന്നോട്ട് പോകേണ്ടത് ഒരു ആവശ്യമാണ്. ഞാൻ ഇതെന്ത് ബേസിലാണ് ഞാനിത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഓരോന്നും വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കുകയും മനസ്സിലാക്കുകയും അത് ഉപയോഗിക്കുകയും ചെയ്യുമ്പോഴാണ് കർത്താവിൻ്റെ എന്താണ് ചേർച്ച് അല്ലെങ്കിൽ സഭ എന്ന് പറയുന്നത് അതിൻ്റെ പ്രയോജനം സമൂഹത്തിന് ഉണ്ടാകുന്നത്. അതുകൊണ്ട് ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഞാനിപ്പോൾ ഈ ഭാഗം നമ്മുടെ വിശ്വാസം, ഫെയ്ത്ത് എന്തുകൊണ്ട് സ്ലിപ്പ് ചെയ്തു പോകുന്നു, എന്തുകൊണ്ട് നമ്മളിൽ നിന്ന് മാറിപ്പോകുന്നു, എന്തുകൊണ്ട് നമ്മളിൽ നിന്ന് ആ ഫെയ്ത്ത് കുറഞ്ഞു വരുന്നു, എന്തുകൊണ്ട് അത് ഫെയ്ഡായി വരുന്നു, ഈ ഒരു വിഷയം ഞാൻ എടുത്തിട്ടുണ്ടോ? സ്തോത്രം. എനിക്കറിയത്തില്ല, ഞാൻ എവിടെയോ എടുത്തു. ഓക്കെ, നമുക്ക് ഒന്നാമത്തെ കാര്യം വളരെ പെട്ടെന്ന്, ഇതൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് സ്റ്റഡി ചെയ്തതിൻ്റെ കണ്ടിന്യൂവേഷനാണ്. ഈ വചനം കൈക്കൊണ്ട് എൻ്റെ കൽപ്പനകളെ നിൻ്റെ ഉള്ളിൽ സംഗ്രഹിച്ചാൽ, തുടർന്ന് നമ്മൾ വായിക്കുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ. അതിൽപ്പെട്ട ഒരു സീരീസ് ഓഫ് ടോക്ക് തന്നെയാണിത്. നീ യഹോവ ഭക്തി ഗ്രഹിക്കും, ദൈവപരിജ്ഞാനം കണ്ടെത്തും, അത് കൂടാതെ തന്നെ വിശ്വാസത്തിൽ ശക്തിയോടെ നിലനിൽക്കാനായിട്ട് നിനക്ക് കഴിയും. ഈ വിശ്വാസത്തെ നമുക്ക് ഏറ്റെടുക്കുവാനും നമുക്കതിനെ പ്രയോജനപ്പെടുത്തുവാനും കഴിയും. നമുക്കറിയാം, എഫേസ്യർ 6-ാമത്തെ അധ്യായത്തിൽ കർത്താവ് പ്രത്യേകം പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ സുവിശേഷത്തിൻ്റെ വേലയിലേക്കോ അല്ലെങ്കിൽ സുവിശേഷ പ്രവർത്തനങ്ങളിലേക്കോ നിങ്ങൾ ഇറങ്ങുമ്പോൾ നിങ്ങൾ ആർമർ ധരിക്കണമെന്ന് പറയുന്നുണ്ട്, അല്ലേ? നിങ്ങൾ ആയുധങ്ങൾ, സർവായുധങ്ങൾ ധരിക്കണമെന്ന് പറയുന്നുണ്ട്. ഈ സർവായുധങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് നമ്മൾ പഠിപ്പിക്കുന്ന ചില കാര്യമുണ്ട്. എന്താണത്? ഒന്ന്, രക്ഷയാകുന്ന ശിരസ്ത്രം നമ്മൾ ധരിക്കണം. ഹെൽമെറ്റ് ഓഫ് സാൽവേഷൻ, രക്ഷയാകുന്ന ശിരസ്ത്രം നമ്മൾ ധരിക്കണം. പിന്നീട് നമ്മൾ പഠിക്കുന്നത് എന്താണ്? പിന്നീട് നീതി എന്ന പടച്ചട്ട നമ്മൾ ധരിക്കണം, അല്ലേ? ശരിയല്ലേ? നീതി എന്ന പടച്ചട്ട നമ്മൾ ധരിക്കണം. ഒരു പട്ടാളക്കാരനെ അല്ല, പണ്ടത്തെ യോദ്ധാവിനെ നമ്മൾ ഓർത്താൽ അതിൻ്റെ ഒരു പിക്ചർ നമുക്ക് കിട്ടിയാൽ നമുക്കത് മനസ്സിലാകും. അപ്പൊ നീതി എന്ന പടച്ചട്ട നമ്മൾ ധരിക്കണം. സത്യം എന്ന ബെൽറ്റ്, അല്ലെ? സത്യം എന്ന ബെൽറ്റ് നമ്മൾ ധരിക്കണം. മുറുകി അത് നിൽക്കണം. നമ്മൾ ഉപയോഗിക്കുന്ന ഡ്രസ്സ്, നമ്മൾ വാള് തൂക്കിയിരിക്കുന്ന അല്ലെങ്കിൽ തോക്ക് തൂക്കിയിരിക്കുന്നത്, ആ ഡ്രസ്സ് അഴിഞ്ഞു പോകരുത്. അപ്പം അത് സത്യമാകുന്ന ബെൽറ്റ് കൊണ്ടാണ് നമ്മളതിനെ ആ അരമുറുക്കി നിർത്തേണ്ടത്. അതിനുശേഷം പറയുന്നത് സുവിശേഷം. ഈ കാലിൻ്റെ പടച്ചട്ടയെക്കുറിച്ച് എന്താ പറയുന്നത്? എന്താ പറയുന്നത്? സുവിശേഷം പറയുവാനുള്ള ആ ഒരുക്കമാണ് പടച്ചട്ടയായിട്ട് നിൽക്കുന്നത്. കാലിൻ്റെ ചെരുപ്പായിട്ട് നിൽക്കുന്നത്. സുവിശേഷമല്ല കാലിൻ്റെ ചെരുപ്പ്. ഓക്കെ, സുവിശേഷം സംസാരിക്കുവാൻ, പറയുവാനുള്ള മനസ്സൊരുക്കം, അത് കാലിലൊരു ഷൂ ആയിട്ട് നിൽക്കുകയാണ്. പിന്നെ പറയുന്ന 2 കാര്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ്. നമ്മുടെ കൈ എവിടെ പറഞ്ഞു? കൈയുടെ വലത് കൈയിൽ, ചിലർക്ക് ഇടത് കൈമാരാണ്, അങ്ങനെയാണെങ്കിൽ ഇടത് കൈയിലേക്ക് ഒന്ന് തിരിച്ചിട്ടാൽ മതി. അത് ബൈബിൾ പറയുമ്പോൾ അത് ആ വലത് കൈ എന്നങ്ങ് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ വലത് കൈയിൽ എന്ത് ഉപയോഗിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്? വാള ഉപയോഗിക്കുന്നത്, അല്ലേ? അല്ലെങ്കിൽ തോക്ക ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ അപ്പം അതെന്താണത്? ദൈവ വചനം എന്ന വാളാണ് ഉപയോഗിക്കുന്നത്. അടുത്തത് ലെഫ്റ്റ് കയ്യില് പരിചയം. അതെന്താണത്? വിശ്വാസം. കണ്ടോ? ശ്രദ്ധിച്ചോ? അപ്പോ
വിശ്വാസം എന്ന പരിച, ദൈവവചനം എന്ന വാൾ, ഇത് രണ്ടും ഒരുമിച്ച് ഉപയോഗിക്കുന്ന കാര്യമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അത്? അല്ലെ, ഒരു യുദ്ധത്തിൽ, ഒരു കളരിപ്പയറ്റിൽ അല്ലെങ്കിൽ പഴയ കാലത്തെ യുദ്ധത്തിൽ നിങ്ങൾ ചിന്തിച്ചാൽ ഈ വാളും പരിചയും ഒരുമിച്ചാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ വിശ്വാസവും ദൈവവചനവും ഒരുമിച്ച് ഉപയോഗിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. അപ്പൊ നമ്മൾ വചനമൊക്കെ ഒരുപാട് നമുക്കറിയാം, പക്ഷെ നമ്മുടെ വിശ്വാസത്തിൽ അത് ഫെയ്ഡായിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്കിത് രണ്ടിൻ്റെയും പ്രയോജനം ഇല്ലാതെയായി തീരുന്ന ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിലുണ്ട്. അപ്പോൾ ഒരു വ്യക്തി എന്ന നിലയിൽ, ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ, ഒരു വിശ്വാസി എന്ന നിലയിൽ നമ്മൾ ഈ ലോകത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ നമ്മൾക്ക് വളരെ പ്രധാനമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടുന്ന രണ്ട് കാര്യങ്ങൾ ഈ വചനവും ഈ വിശ്വാസവുമാണ്. അതിൽ വിശ്വാസം വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അപ്പോൾ ഈ വിശ്വാസം എങ്ങനെ ഫെയ്ഡായി പോകുന്നു നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് പരിശോധിക്കാനായിട്ട് വളരെ പെട്ടെന്ന് ഞാനിത് പൊക്കോളാം. അപ്പോൾ ഒന്നാമത്തെ കാര്യം, യു ആർ മോർ ഫോക്കസ്ഡ് ഓൺ ദ വേൾഡ് ദാൻ ഓൺ ഗോഡ്. ദൈവത്തിൽ ആശ്രയിക്കാതെ, ദൈവത്തിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാതെ, ലോകത്തിലേക്കുള്ള, കരിയറിലേക്കുള്ള, നമ്മുടെ ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ മേഖലകളിലേക്കുള്ള ഒരു ഫോക്കസ് ആണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടത് എങ്കിൽ എന്ത് സംഭവിക്കും? വിശ്വാസം പതുക്കെ താഴോട്ട് വരാനുള്ള സാധ്യതയുണ്ട്. ദൈവത്തിലുള്ള ഫോക്കസ് നഷ്ടപ്പെട്ട്, ഒന്നാമത്തെ കാര്യം അതാണ്, ദൈവത്തിലുള്ള ഫോക്കസ് നഷ്ടപ്പെട്ട് നമ്മുടെ ജീവിതത്തിൽ എന്തിലേക്കാണ് തിരിയുന്നത്? നമ്മുടെ ജീവിത സന്ധാരണങ്ങളിലേക്ക്, ജീവിതത്തിൻ്റെ ആവശ്യങ്ങളിലേക്ക്, നമ്മുടെ കരിയറുകളിലേക്ക്, നമ്മുടെ ജോലിയിലേക്ക്, നമ്മുടെ പഠനങ്ങളിലേക്ക്, നമ്മുടെ ജീവിതത്തിൻ്റെ സുഖ സൗകര്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചോണം, നിങ്ങളുടെ വിശ്വാസത്തിൽ ചെറിയ ഫെയ്ഡിങ് വന്നിട്ടുണ്ട്. ഒരു സംശയവും വേണ്ട, അണ്ടർലൈൻ ചെയ്തു വെച്ചോളൂ. ഒന്നാമത്തെ കാര്യം എഴുതി വെക്കുന്നവർക്കായിട്ട് ഞാൻ സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾക്ക് അത് നോട്ട് ചെയ്യാം, നിങ്ങൾക്കത് വീട്ടിൽ പോയി പരിശോധിക്കാം. ഞാൻ എവിടെയാണ് ചിന്തിക്കേണ്ടത്, എവിടെയാണ് ചേഞ്ച് വരുത്തേണ്ടത്? എൻ്റെ ഫിനാൻഷ്യൽ സെക്യൂരിറ്റിയെക്കുറിച്ച് ഞാൻ ഒരുപാട് വറീഡാണോ? ഒരുപാട് സോഷ്യൽ മീഡിയ ഫീഡ്സ് എനിക്ക് തരുന്നുണ്ട്. ഒരുപാട് മൊബൈലുകളിൽ നിന്നും കമ്പ്യൂട്ടറുകളിൽ നിന്നും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയകളിലെ ഈ മീഡിയങ്ങളിലൂടെ കടന്നു വന്ന എന്നെ ഒരുപാട് പ്രയാസപ്പെടുത്തുന്ന വിഷയങ്ങളുണ്ടോ? അതിലാണോ ഞാൻ കൂടുതൽ ശ്രദ്ധ വച്ചിരിക്കുന്നത്? ചിന്തിക്കേണ്ടുന്നൊരു വിഷയമാണ്. എൻ്റെ കരിയറിനെ കുറിച്ച് പേരൻസ് ഒരുപാട് കുട്ടികളുടെ കരിയറിനെ കുറിച്ച് ഒരുപാട് ചിന്തിക്കുന്നവരാണ്. ചിന്തിക്കേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. നമ്മൾ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് അവരെ ഗൈഡ് ചെയ്യണം, വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് അവർക്ക് പഠനം കൊടുക്കണം, വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് അവരെ നമ്മൾ സ്കൂളുകളിൽ ചേർക്കണം, ഇതെല്ലാം ചെയ്യണം. പക്ഷേ അതിലല്ല നമ്മുടെ ശ്രദ്ധ കൂടുതലായിട്ട് വരേണ്ടിരുന്നത്. ദൈവത്തിൽ ശ്രദ്ധ വയ്ക്കുന്ന, ദൈവത്തിൻ്റെ മാർഗങ്ങളിൽ, ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ. അതുകൊണ്ടാണ് ഈ അപ്പോസ്തലൻ പൗലോസ് പറയുന്ന ഒരു ഭാഗമുണ്ട്, നിങ്ങൾ സഭായോഗങ്ങൾ മുടക്കുന്നത് നല്ലതല്ല എന്ന് പറയുന്നുണ്ട്, അല്ലേ? അപ്പോൾ പല ആൾക്കാരുടെയും ജീവിതത്തിൽ സഭായോഗങ്ങൾ മുടക്കുവാൻ ചെറിയ കാര്യങ്ങൾ മതി. ശ്രദ്ധിച്ചോണം, കഴിവതും നിങ്ങൾ മുടക്കാതെ വണ്ണം അത് എവിടെയെങ്കിലും നിങ്ങൾ അത് എങ്ങനെയെങ്കിലും, ഇനി ഒന്നും പറ്റിയില്ലെങ്കിൽ ഫാമിലി ആയിട്ട് ഒരു 1 hour അല്ലെങ്കിൽ ഒരു ½ an hour അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച് ആരാധിച്ച് നിങ്ങൾ ആ ഒരു രീതിയിൽ സമയം കണ്ടെത്താനാണെങ്കിൽ തന്നെയും നിങ്ങൾ ശ്രദ്ധിക്കണം. കടന്നു വരാൻ പറ്റിയില്ലെങ്കിലും കേട്ടോ, അത് ശ്രദ്ധിക്കണം നിങ്ങൾ. നമ്മുടെ ജീവിതത്തിൽ വിശ്വാസത്തിൻ്റെ അളവ്, വിശ്വാസത്തിൻ്റെ തോത്, വിശ്വാസത്തിൽ ഞാൻ ഫെയ്ഡാകുന്നു എന്നുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ അതിൻ്റെ റീസൺ നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ ലോകത്തിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളാണ് അതിനകത്ത് കടന്നു വരുന്നതെന്നുണ്ടെങ്കിൽ അത് എവിടെയൊക്കെയാണെന്ന് മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോകേണ്ടത് ഒരു ആവശ്യമാണ്. മത്തായി സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 21-ാമത്തെ വാക്യം നമുക്ക് പെട്ടെന്ന് നോക്കാം. മത്തായി സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 21-ാമത്തെ വാക്യം. നിങ്ങൾക്ക് അറിയാവുന്ന ഭാഗമാണ് മത്തായി സുവിശേഷം 6-ാം അധ്യായം. ഞാൻ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത് മനസ്സിലായി എങ്ങോട്ടാണ് പോകുന്നതെന്നുള്ളത്, അല്ലേ? 6:21 നമ്മൾ എന്ത് കാണുന്നു? നിന്റെ നിക്ഷേപമുള്ളയിടത്ത് നിന്റെ ഹൃദയവും ഇരിക്കും.
അത് നിക്ഷേപം എന്തും ആയിക്കൊള്ളട്ടെ, അതിൻ്റെ ഉള്ളിലായിരിക്കും നമ്മുടെ ശ്രദ്ധ മുഴുവൻ ആയിരിക്കുന്നത്. ഇപ്പം നിക്ഷേപം എവിടെയായിരിക്കുന്നത്? മുത്തൂറ്റിലാണോ? മുത്തൂറ്റ് നാളെ പൊളിയോ, ഇതായിരിക്കും നമ്മുടെ ചിന്ത. അറ്റ്ലീസ്റ്റ് SBIയിലാണെങ്കിൽ നമുക്ക് അത്ര വലിയ കുഴപ്പമില്ല അല്ലേ. HDFC അല്ലെങ്കിൽ അങ്ങനെയുള്ള നാഷണലൈസ്ഡ് ബാങ്കിലും എല്ലാം ആണെങ്കിൽ അത്രയും പ്രശ്നമില്ല. പക്ഷേ അതിന് പലിശ കിട്ടാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ പോയി മുത്തൂറ്റിൽ ഒരു 5 ലക്ഷം രൂപ അങ്ങ് ഇട്ടിട്ട് സ്വസ്ഥമായിട്ട്. പക്ഷേ എപ്പോഴും നമ്മുടെ ചിന്ത ഈ മുത്തൂറ്റ് പൊളിയോ, മുത്തൂറ്റ് പൊളിയോ, മുത്തൂറ്റ് പൊളിയോ. അപ്പോൾ യൂട്യൂബിൽ എവിടെയെങ്കിലും എന്തെങ്കിലും ഒന്ന് കാണുമ്പോഴത്തേക്കും നമ്മൾ ആകെപ്പാടെ ടെൻഷനാവും. ശരിയല്ലേ? അപ്പം നിക്ഷേപം ഉള്ളയിടത്ത് നിൻ്റെ ഹൃദയമുണ്ട് എന്നുള്ളതിന് ഒരു സംശയമില്ല. സ്തോത്രം. ഇതിനോടനുബന്ധമായിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനായിട്ട് പറ്റും. കർത്താവ് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്, ഒരുപാട് എക്സാമ്പിൾസ് പറയുന്നുണ്ട്. കുരുകിലിനെ കുറിച്ച് പറയുന്നു, പക്ഷികളെ കുറിച്ച് പറയുന്നു, അല്ലേ? ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ഇവറ്റകളെയൊക്കെ പരിപാലിക്കാനായിട്ട് ഒരു പ്രശ്നവുമില്ല. ഇത് ദൈവത്തിനൊരു പ്രശ്നമില്ല. പക്ഷെ നമ്മളെക്കുറിച്ച് ഒരുപാട് ചിന്താകുലരാണ്. ഞാൻ ഈ ബേർഡ് ഫീഡർ എന്ന് പറയുന്ന ഒരു സാധനം ആമസോണിൽ നിന്ന് മേടിച്ചു. ഈ ബേർഡ് ഫീഡർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയുമോ എനിക്കറിയത്തില്ല. നമുക്കത് ഇൻട്രസ്റ്റ് ഉള്ളവർക്കൊക്കെയാണ് ഇതൊക്കെ മനസ്സിലാവത്തുള്ളൂ. ഒരു ചെറിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ നല്ലൊരു കൂട് പോലുള്ളൊരു സാധനമാണ്. അതിനകത്ത് പല ഹോൾസ് ഉണ്ട്. അതിനകത്ത് ഇങ്ങനെ തുറന്ന് വയ്ക്കാം. അതിനകത്ത് നമ്മൾ തീറ്റയിടും, തിനയുടെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നമ്മൾ ഫീഡ് നമ്മൾ ഇട്ടിട്ട് നമ്മളതിങ്ങനെ ഒരു തൂക്കി വെച്ചിട്ടുണ്ട്. ഞാൻ അവിടെ ഇങ്ങനെ തൂക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനങ്ങനെ ആദ്യം തൂക്കി വെച്ചപ്പോൾ ഫസ്റ്റ് ഡേയിൽ തന്നെ 2 കിളികൾ വന്നു, നല്ല 2 കിളികൾ വന്നു. അത് തിന്നാൻ തുടങ്ങി. സെക്കൻഡ് ഡേയിലായപ്പോൾ അത് 4 കിളിയായി. തേർഡ് ഡേ ആയപ്പോൾ അത് 6 കിളിയായി. ഇപ്പോൾ എനിക്കത് എണ്ണാൻ പോലും പറ്റാത്ത ലെവലിലുള്ള കിളിയാണ്. അതല്ല പ്രശ്നം. പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ട് ഞാൻ 2 ആഴ്ച കൂടുമ്പോൾ ഫീഡ് മാറ്റിക്കൊണ്ടിരുന്നെങ്കിൽ ഇപ്പോൾ 3 ദിവസം കൂടുമ്പോൾ ഫീഡ് മാറ്റേണ്ടതായിട്ട് ചിലവ് വന്നിരിക്കുകയാണ്. ഭയങ്കര ചിലവായിട്ട് വന്നിരിക്കുകയാണ്. പക്ഷേ എനിക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ട് അതിനോട്. ഈ കിളികൾ പ്രാർത്ഥിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ആരെങ്കിലും ഞങ്ങൾക്ക് ഭക്ഷണം തരണമേ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഞാൻ എന്തുകൊണ്ടാണ് അവിടെ കൊണ്ടുപോയി ഭക്ഷണം വെച്ചത്? ഞാൻ എന്തുകൊണ്ടാണ് ഒരു വെള്ളം വെച്ചത്? ഇങ്ങനെ എത്രയോ പേരുണ്ടാവും ഇവിടെ, അല്ലേ? ദൈവം ഒരുക്കിയിരിക്കുക ഈ കിളികൾക്ക് വേണ്ടിയിട്ട്. മത്തായി സുവിശേഷത്തിൽ നമ്മളതാ വായിക്കുന്നത്. ഈ കിളികൾ ആരും തന്നെ ഒരു ആകുലതയുമില്ല. അവരുടെ ഇടയിൽ സൈക്കോളജിസ്റ്റുകൾ ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്, കൗൺസിലേഴ്സ് ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്, അല്ലേ? അപ്പോൾ യാതൊരു ആകുലതയും ഇല്ലാതെ സ്വസ്ഥമായിട്ട് അവർ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ ജീവിതത്തിൽ അവർക്ക് ലഭിക്കാനുള്ളതെല്ലാം അവർക്ക് ലഭിക്കുന്നുണ്ട്. മത്തായി സുവിശേഷം 6:21 നമ്മൾ വായിച്ചു. 23 വരുമ്പോൾ ദൈവം അവിടെ ഒരു സൊല്യൂഷൻ പറയുന്നുണ്ട്. മുൻപേ അവൻ്റെ രാജ്യവും അവൻ്റെ നീതിയും അന്വേഷിക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാം ലഭിക്കും. എല്ലാം ലഭിക്കും എന്ന് പറയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചോണം. നമുക്ക് വേണ്ടിയത് എല്ലാം ലഭിക്കും എന്ന് തന്നെ നിങ്ങളത് വായിക്കണം. കാരണം അതിൻ്റെ മുകളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുടെ അവസാനം പറഞ്ഞിരിക്കുന്ന ഒരു കൺക്ലൂഷൻ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമുക്കെല്ലാം ലഭിക്കുമെന്ന് പറഞ്ഞിട്ട് ആ വാക്യം ഉപയോഗിക്കരുത്. നമുക്ക് വേണ്ടിയത്, നമ്മുടെ ജീവിതത്തിന് ആവശ്യമുള്ളത്, അന്നാന്ന് നമുക്ക് എന്ത് ആവശ്യമുണ്ടോ അതിനെ തരുവാൻ തക്കവണ്ണം നമ്മുടെ ദൈവത്തിന് കഴിയും. അതാണ് നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത്. ഹല്ലേലൂയ! എത്ര പേര് ആ വിശ്വാസത്തിൽ നിൽക്കുന്നുണ്ട്? അതുകൊണ്ട് ഈ വിശ്വാസത്തെ നമ്മൾ വളരെ ശക്തമായിട്ട് നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ അത് കയറ്റി വയ്ക്കണം. നമ്മൾ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങുന്നവർ ഒരുപാട് പേര്, ഞാൻ ഒരുപാട് പേരെ സുവിശേഷ വേലയിലുള്ളവരെ അറിയാം. അവർ സുവിശേഷ വേലയിലേക്ക് ഇറങ്ങിയപ്പോൾ അവർക്ക് ദൈവം കൊടുത്തതായിട്ടുള്ള ഒരു ജ്ഞാനത്തിൽ നിന്ന് അവർ ഇറങ്ങിയത്. ദൈവം അന്ന് കൊടുത്തതായിട്ടുള്ള ഒരു വിശ്വാസത്തിലാണ് അവർ ഇറങ്ങിയത്. ഒന്നും നോക്കണ്ട. എബ്രാഹിമിനോട് പറഞ്ഞു, നീ പുറപ്പെട്ടു പോകാൻ പറഞ്ഞു. അപ്പോൾ വലിയ ഒരു സമൂഹത്തിൻ്റെ ഉള്ളിൽ നിന്നാണ്, ഒരു അപ്പനുണ്ട്, അമ്മയുണ്ട്, വലിയൊരു സമൂഹത്തിൻ്റെ ഉള്ളിൽ നിന്നാണ് അവനിങ്ങനെ ഇറങ്ങിയത്. ഒന്നും നോക്കിയില്ല. ഞാൻ നിന്നെ നയിക്കാൻ പോകുന്ന സ്ഥലത്തേക്ക് നീ ഇറങ്ങാൻ പറഞ്ഞു. അപ്പോൾ അവൻ എന്ത് ചെയ്തു? അവൻ അങ്ങോട്ട് ഇറങ്ങി. അവൻ്റെ സമൂഹം നോക്കിയില്ല, അവൻ്റെ കൾച്ചർ നോക്കിയില്ല, അല്ലെങ്കിൽ അവൻ എങ്ങോട്ട് പോകുന്നു നോക്കിയില്ല, അവൻ ആര് സപ്പോർട്ട് ചെയ്യുന്നു നോക്കിയില്ല, ഇതൊന്നും നോക്കിയില്ല. അങ്ങനെയാണ് സുവിശേഷ വേലക്കാരും പലരും ഇറങ്ങുന്നത് എന്ന് എനിക്കറിയാം. അപ്പം അങ്ങനെ ഇറങ്ങിത്തിരിക്കുന്ന മധ്യത്തിൽ അവർ ദൈവത്തിലാണ് അവരെ ആശ്രയിക്കുന്നത്. ദൈവം അവർക്ക് അന്നാന്ന് വേണ്ടിയ കാര്യങ്ങൾ കൊടുക്കും. ചില ദിവസം ഇല്ലായെങ്കിലും അവർ പട്ടിണി കിടക്കാനും അവർ വില്ലിങ് ആണ്. സ്തോത്രം.
ഹല്ലേലൂയ. ഒരുപാട് പേരെ ഞാൻ ടെസ്റ്റിമണി കേട്ടിട്ടുണ്ട്. ആരംഭകാലങ്ങളിൽ വളരെ പ്രയാസപ്പെട്ടിട്ടുണ്ട്, ചിലപ്പോൾ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുണ്ട്, ചിലർ ചിന്തിച്ചു പോയിട്ടുണ്ട്, ഞാൻ എടുത്ത തീരുമാനം കറക്റ്റ് ആണോ, ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു തീരുമാനമാണോ ഞാൻ എടുത്തത് എന്ന് പോലും ചിലർ ചിന്തിച്ചു പോയിട്ടുണ്ട്. അങ്ങനെയുള്ളവരെ നമുക്കറിയാം. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ സുവിശേഷ വേലയ്ക്കായിട്ട് അല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ വേലയ്ക്കായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ തീരുമാനമെടുത്തുകൊണ്ട് നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ നമ്മൾ ചില കാര്യങ്ങളെ ഞങ്ങൾ മാറ്റി വച്ചിട്ടാണ് നമ്മൾ ഇറങ്ങിയിരിക്കുന്നത്. എന്താ നമ്മളെ നയിക്കുന്നത്? വിശ്വാസമാണ് നമ്മളെ നയിക്കുന്നത്. മുൻപേ അവൻ്റെ രാജ്യം, മുൻപേ അവൻ്റെ നീതി, ഇതാണ് നമ്മുടെ മുൻപിലുള്ളത്. ഈ സത്യം മുൻനിർത്തി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾക്ക് ദൈവം നമ്മളെ സംരക്ഷിക്കും, ദൈവം നമ്മളെ നടത്തും. അപ്പോൾ ചിലർ എന്നോട് പറയും, ഞാനിങ്ങനെ പ്രസംഗിക്കുക പറയും, പാസ്റ്റർക്ക് നല്ല ജോലിയുണ്ട്, നല്ല ശമ്പളമുണ്ട്, ഇതൊക്കെ ഉണ്ടായിട്ടാണ് പാസ്റ്റർ പ്രസംഗിക്കുന്നതെന്ന് പറയും. സത്യം പറയാൻ ഞാൻ പറയട്ടെ, നമ്മൾ ശമ്പളമുണ്ട്, ജോലിയുണ്ട്, ഇതെല്ലാം ഉണ്ടെങ്കിൽ തന്നെയും നമ്മൾക്ക് വിശ്വാസത്തിൽ തന്നെ നമുക്ക് ജീവിക്കാൻ പറ്റും. നിങ്ങളത് മനസ്സിലാക്കണം. നമ്മൾക്ക് ജോലിയും മറ്റുള്ള കാര്യങ്ങളും ശമ്പളവും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ജീവസന്ധാരണത്തിനായിട്ട് അധികം ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ചിന്തിക്കേണ്ട എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സുവിശേഷത്തിൻ്റെ വേലയ്ക്കായിട്ടും മറ്റുള്ള കാര്യങ്ങൾക്കായിട്ടും വിശ്വാസത്തിൽ നമ്മൾക്ക് വിതയ്ക്കാനായിട്ടുള്ളൊരു അവസരം നമ്മുടെ ജീവിതത്തിലുണ്ട്. അവിടെ നമ്മൾ വിതയ്ക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും തിരിച്ചു കിട്ടുമെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രതീക്ഷയോട് കൂടിയൊന്നും അല്ല നമ്മൾ ചെയ്യേണ്ടുന്നത്. മുൻപേ അവൻ്റെ രാജ്യം, അവൻ്റെ നീതി അന്വേഷിച്ച് പോകുന്നവർക്ക് ഒരു പ്രയാസവും നേരിടാതെ, ബുദ്ധിമുട്ടുകളില്ല എന്ന് ഞാൻ പറയുന്നില്ല, ദൈവം നമ്മളെ നടത്തും. അപ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടുന്ന ഒരു വിഷയം, നമ്മുടെ വിശ്വാസം ഫെയ്ഡാകുവാനുള്ള കാരണം നമ്മൾ ലോകത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിച്ചിട്ടുണ്ടോ? നമ്മളൊന്ന് വിശകലനം ചെയ്ത് പരിശോധിക്കേണ്ടത് ഒരാവശ്യമാണ്. അങ്ങനെ എന്തെങ്കിലും രീതിയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നതെന്നുണ്ടെങ്കിൽ റീ അലൈൻ ചെയ്യുവാൻ, തിരിച്ചു വരുവാനുള്ള ഒരവസരം ആയിട്ട് നിങ്ങളതിനെ എടുക്കണം. രണ്ടാമത്തെ കാര്യം നമ്മൾ വിശ്വാസത്തിൽ ഫെയ്ഡാകുവാൻ, വിശ്വാസത്തിൽ കുറഞ്ഞു വരുവാൻ സാധ്യതയുണ്ടെങ്കിൽ രണ്ടാമത്തെ കാര്യം, പ്രേയർ ഹാസ് ബിക്കം എ ലാസ്റ്റ് റിസോർട്ട് ഇൻസ്റ്റെഡ് ഓഫ് യുവർ ഫസ്റ്റ് റെസ്പോൺസ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനകൾ ഒന്നാമത്തെ റെസ്പോൺസായിട്ട്, ഒന്നാമത്തെ പ്രതികരണമായിട്ട് തീരാതെ നമ്മൾ പ്രാർത്ഥന അത് ഒരു രണ്ടാമത്തെയോ മൂന്നാമത്തെയോ മാർഗമായിട്ടാണ് നമ്മുടെ ജീവിതത്തിൽ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ വിശ്വാസത്തിൽ എവിടെയോ കോട്ടം തട്ടിയിട്ടുണ്ട്. പരിശോധിച്ചാൽ മതി. നമ്മുടെ ജീവിതത്തിലൊരു പ്രശ്നം വന്നു, ജെറിൻ്റെ ജീവിതത്തിലൊരു പ്രശ്നം വന്നു. ജെറിൻ ആദ്യം എന്താ ചിന്തിക്കുന്നത്? ആദ്യം എന്താ നമ്മുടെ സ്റ്റെപ്പ്? ആദ്യം എന്ത് ചിന്തിക്കും? അതാണ്. ഇപ്പം ഫീസ് അടയ്ക്കാൻ പൈസ ഇല്ല, കോളേജിൽ ഫീസ് അടയ്ക്കണം. ആദ്യം എന്ത് ചിന്തിക്കും? ജയേഷ് സാർ എൻ്റെ ചേർച്ചിലെയാണ്, കുഴപ്പമില്ല. അതാണോ ചിന്തിക്കുന്നത്? ആദ്യം അച്ഛനെ ടെലിഫോൺ ചെയ്യും. അച്ഛനാണല്ലോ പൈസ തരുന്നത്. ഫാദർ, ഐ മീൻ യുവർ ഡാഡ് വിളിക്കും. ആദ്യം അതാണോ ചെയ്യുന്നത്? ഇതൊരു പ്രാക്ടിക്കലായിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഇതൊരു പ്രാക്ടിക്കലായിട്ടുള്ളൊരു വിഷയമാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും നമുക്ക് പറ്റുന്നൊരു കുഴപ്പമാണിത്. മനുഷ്യരിൽ ആശ്രയിച്ചാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്, അല്ലേ? ദൈവവചനം പറയുന്നത് ആദ്യത്തെ റെസ്പോൺസ് നോക്കി, ആ വാക്യം അതുകൊണ്ടാണ് പറഞ്ഞത്. ആദ്യം നമ്മുടെ റെസ്പോൺസ് എങ്ങനെയാണ് വരുന്നത്? നമ്മുടെ ട്രെയിനിങ് എന്താണ്? നമ്മുടെ ഡിസിപ്ലിൻ എന്താണ്? നമ്മുടെ അച്ചടക്കം എന്താണ്? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ വിശ്വാസത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു വിഷയമാണത്, പ്രിയമുള്ളവരെ. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും അതൊരു സബ്ജക്റ്റായിട്ട് തന്നെ പഠിപ്പിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. എൻ്റെ ജീവിതത്തിലുള്ള ആദ്യത്തെ ഒരു പ്രശ്നത്തിന്മേലുള്ള പ്രതികരണം അത് ദൈവത്തോടാണെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ വിശ്വാസത്തിൽ ദൈവത്തെ ആശ്രയിച്ച് നിൽക്കുന്ന ഒരു പയ്യനാണ്, ഒരു സിസ്റ്ററാണ്, ഒരു ബ്രദറാണ്.
അപ്പോൾ വിശ്വാസം ഇല്ലേ എന്നൊക്കെ ചിന്തിച്ച് പോകും അല്ലേ? നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന ഒരുപാട് ചോദ്യങ്ങളുണ്ട് അല്ലേ? അയ്യോ, അപ്പോൾ ഞാനിപ്പോൾ പല സന്ദർഭങ്ങളിലും അല്ലേ അങ്ങനെയാണ് ചിന്തിച്ചിരിക്കുന്നതെന്നൊക്കെ ചിന്തിച്ച് പോയേക്കാം നിങ്ങൾ. പക്ഷെ തിരിച്ചു വരിക, റീഅലൈൻ ചെയ്യുക. ഹല്ലേലൂയ. നമ്മുടെ ചെറിയ ഒരു പ്രശ്നം, ഒരു മൊട്ടുസൂചിയാണ് പോയതെന്നുണ്ടെങ്കിൽ പോലും, അത് നമുക്ക് ആവശ്യമുള്ളൊരു കാര്യമാണെന്നുണ്ടെങ്കിലും, ആദ്യം നമ്മൾ മുട്ടുസൂചി പോയി കഴിഞ്ഞാൽ ആദ്യം നമ്മൾ എന്താ ചെയ്യുന്നത്? ആദ്യം പോയി ചൂലെടുക്കും. ശരിയാണോ? ശരിയല്ലേ? ആ ചൂലെടുക്കുന്നേക്ക് മുമ്പായിട്ട് കർത്താവേ, എൻ്റെ കണ്ണിന് പെട്ടെന്ന് ഇത് കാണാൻ പറ്റിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്നൊന്ന് പ്രാർത്ഥിക്കുക. ചിലപ്പോൾ കിട്ടിയെന്ന് വരത്തില്ലായിരിക്കും. അപ്പോൾ ദൈവം തന്നെ നമുക്ക് ചൂലെടുത്ത് അടിച്ച് വാരി പെട്ടെന്ന് കിട്ടാനായിട്ടുള്ള അവസരം തന്നോളും. അത് കുഴപ്പമില്ല, അതിനെക്കുറിച്ച് പറയിടാവണ്ട. അതല്ല നമ്മുടെ വിഷയം. നമ്മുടെ വിഷയം നമ്മുടെ ആറ്റിറ്റ്യൂഡാണ്, നമ്മുടെ ഹൃദയത്തിൻ്റെ ആറ്റിറ്റ്യൂഡാണ്. കർത്താവേ എന്ന് ചോദിക്കുന്ന, കർത്താവേ എന്ന് വിളിക്കുന്ന ഒരു വിളി നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരുന്നുണ്ട്. ഒരു പ്രശ്നത്തിൻ്റെ മധ്യത്തിൽ നമ്മൾ ആദ്യം എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇമ്പോർട്ടൻസ്. ഞാൻ എപ്പോഴും എടുക്കാറുള്ളൊരു വാക്യം ഇതിനോടനുബന്ധമായിട്ട് നമുക്കൊന്ന് എടുത്തു നോക്കാം. ജെറമ്യാവിൻ്റെ പുസ്തകം 17-ാമത് അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. നിങ്ങൾ അണ്ടർലൈൻ ചെയ്തോളൂ ഈ ഭാഗങ്ങളൊക്കെ, നിങ്ങളിത് നോട്ട് ചെയ്ത് വെച്ചോളൂ. എൻ്റെ ജീവിതത്തിൽ നിന്ന് വിശ്വാസത്തിനൊരു ഫെയ്ഡിങ്, വിശ്വാസത്തിനൊരു കുറവ് വരുന്നു എന്നുള്ളത് രണ്ടാമത്തെ വിഷയം നമ്മൾ ചിന്തിക്കുകയാണ്. നമ്മുടെ പ്രാർത്ഥനയിലേക്കാണ് അത് വിരൽ ചൂണ്ടുന്നത്. Prayer has become a last resort. Maybe sometimes ചിലർക്ക് പ്രാർത്ഥന എന്ന് പറയുന്ന ഒരു അവസാനത്തെ ഒരു മാർഗം മാത്രമാവുന്നവരും ഉണ്ട്. അങ്ങനെയുണ്ട്. ഒരുപാട് അലഞ്ഞു തിരിഞ്ഞ് ഒരുപാട് കാര്യങ്ങളെ കണ്ട് ചില പ്രശ്നങ്ങൾ നേടണം. MLA കാണുന്നു, അല്ലെങ്കിൽ കൗൺസിലറെ കാണുന്നു, അല്ലെങ്കിൽ പാസ്റ്ററെ കാണുന്നു, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വ്യക്തികളെ കാണുന്നു. ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് ഒരാഴ്ച 2 ആഴ്ച നടന്നില്ല, ഒന്നും നടക്കുന്നില്ല. പിന്നെ എന്താ, പിന്നെ ശരി എന്നാൽ പിന്നെ കർത്താവിനോട് പ്രാർത്ഥിച്ചേക്കാം എന്ന് ചിന്തിക്കുന്നവരും ഉണ്ട്. ലാസ്റ്റ് റിസോർട്ട്. ഈ ഭാഗം എന്താ പറയുന്നത്? യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, മനുഷ്യനിൽ ആശ്രയിച്ച്, ശ്രദ്ധിച്ച് വായിച്ചു നോക്കിയേ, മനുഷ്യനിൽ ആശ്രയിച്ച് ജഡത്തെ തൻ്റെ ഭുജമാക്കി. ജഡത്തെ തൻ്റെ ഭുജമാക്കി എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? ജഡത്തെ ആണ് അവിടെ ആശ്രയിക്കുന്നത്. ഭുജം എന്ന് പറഞ്ഞാൽ ചെയ്യുന്ന പ്രവൃത്തി ചെയ്യുന്ന ഒരു മീഡിയയാണ് ഭുജം. അപ്പൊ ജഡത്തെ തൻ്റെ ഭുജമാക്കി, ഹൃദയം കൊണ്ട് യഹോവയെ വിട്ടുമാറുന്ന മനുഷ്യൻ ശപിക്കപ്പെട്ടവൻ. നമ്മൾ ഒരുപക്ഷെ ഇങ്ങനെ ചിന്തിച്ചേക്കാം, നമുക്ക് ഹൃദയം കൊണ്ടൊന്നും യഹോവയെ വിട്ടൊന്നും മാറിയിട്ടില്ലല്ലോ എന്നൊക്കെ ചിന്തിച്ചേക്കാം. പക്ഷെ ഇവിടുത്തെ കാര്യം ഫസ്റ്റ് റെസ്പോൺസ് ആണ് ഇവിടുത്തെ വിഷയം. നമ്മുടെ ഫസ്റ്റ് റെസ്പോൺസ് എങ്ങനെയാണ്? ദൈവത്തിലേക്ക് ആശ്രയം വയ്ക്കാനായിട്ടാണോ നമ്മുടെ ഒരു ശ്രമം? ദൈവത്തിൽ ആശ്രയം വയ്ക്കാൻ ഞാൻ മോഹനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. കാരണം മോഹന് ഒരുപാട് നാളായിട്ട്, എനിക്ക് തോന്നുന്നു ഞങ്ങൾ തമ്മിൽ പരിചയപ്പെട്ട് തന്നെ ഇപ്പോൾ ഒരു 8 വർഷത്തോളമൊക്കെ ആയിട്ടുണ്ടല്ലേ? ഏകദേശം 8 വർഷത്തോളമായി. ഈ സമയങ്ങളിലൊക്കെ സുവിശേഷം ഒരുപാട് കേട്ടു, ഒരുപാട് വചനം കേട്ടു, ഒരുപാട് ബുക്കൊക്കെ ആയിട്ട് എൻ്റെ പുറകെ നടക്കുമായിരുന്നു കുറച്ച് നാൾ. അപ്പോൾ ഞാനിങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും, അതെല്ലാം എഴുതി വയ്ക്കും, കുത്തിയിരുന്ന് എഴുതി വയ്ക്കും. അതിനുശേഷം പിന്നെ മരം വെട്ടാൻ പോവും, അതിനുശേഷം പിന്നെ പല കാര്യങ്ങൾ പോവും. അങ്ങനെയൊക്കെയുള്ള ഒരു സ്വഭാവക്കാരനാണ് മോഹനൻ. പണ്ട് പട്ടി കിണറ്റിൽ ചാടി എന്ന് പറഞ്ഞുകൊണ്ട് ഒരുമിച്ച് ചാടിയ പാർട്ടിയാണ് പുള്ളി. പട്ടി എൻ്റേതാണ്, പട്ടിയെ രക്ഷിക്കണം, അങ്ങനത്തെ ഒരു മനുഷ്യനാണ് ഈ മോഹൻ. എനിവേ, മോഹന് ഏറ്റവും കൂടുതൽ ആഗ്രഹമുള്ളതെന്ന് പറഞ്ഞാൽ ഒരു വീടാണ്. ഒരു വീട്. എനിക്കൊരു 1 സെൻറ്റിൽ വീട് പണിയാൻ പറ്റുമോ? 1.5 സെൻറ്റിൽ വീട് പണിയാൻ പറ്റുമോ? 2 സെൻറ്റിൽ വീട് പണിയാൻ പറ്റുമോ? ഇങ്ങനെയുള്ളൊരു ചിന്ത മനസ്സിന് ഒരുപാട് മോഹനെ അലട്ടിയിട്ടുണ്ട്. പല സന്ദർഭങ്ങളിൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഒന്ന് വന്നു കഴിയുമ്പോഴത്തേക്കും ഓടി വന്ന് പ്രാർത്ഥിക്കാനായിട്ട് വരും. ഇങ്ങനെ ഒരു സാധനം കണ്ടിട്ടുണ്ട്, നമുക്കത് പറ്റുമോ ഇല്ലയോ? അങ്ങനെ പല സന്ദർഭങ്ങളിൽ വന്നു. എന്തായാലും ലാസ്റ്റ് കേസ് വന്നപ്പോഴേ അതൊരു ഇച്ചിരി കോംപ്ലിക്കേറ്റഡാണ്. എന്ത് കേസ് മോഹനം കൊണ്ടുവന്നാലും അത് ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചോണം കേട്ടോ. അപ്പോൾ എന്ത് കേസാണെങ്കിലും മോഹൻ എന്നോട് പറയാറുണ്ട്, പാസ്റ്റർ എന്ത് കേസും പാസ്റ്റർ പിടിച്ചോ, ഞാൻ നോക്കിക്കോളാന്ന്. മോഹൻ്റെ ഒരു ആറ്റിറ്റ്യൂഡാണ്. അപ്പോൾ ഇതുപോലെ ഒരു കേസ് പിടിച്ചോണ്ടാണ് മോഹനും വരുന്നത്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു, അത് പറഞ്ഞു, ഇത് പറഞ്ഞു. അപ്പം ഞാൻ നോക്കുമ്പോഴിത് ഏതെല്ലാം ലെവലിൽ ചിന്തിച്ചിട്ടും
എൻ്റെ ബുദ്ധിയിൽ ഈ കാര്യങ്ങൾക്കൊരു ഒരു 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 പ്രശ്നം കിട്ടുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു, എന്താ നമുക്ക് എന്തായാലും അങ്ങ് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ചിട്ട് മോൻ ഒരു കാര്യം ചെയ്തു. മോൻ പോയി ഒരു അഡ്വക്കേറ്റിനെയൊക്കെ കണ്ട് ലീഗലായിട്ട് ഒരു റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ളൊരു ആളെയൊക്കെ പരിചയപ്പെട്ടിട്ട് അവരുമായിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തത് ഇതിനകത്ത് കറക്റ്റായിട്ട് ഈ സ്ഥലം മേടിക്കാൻ പറ്റുമോ, ഈ കാര്യം നമുക്ക് പറ്റുമോ എന്നുള്ളത് ചോദിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ച് ആ വിഷയത്തിൽ അങ്ങ് മുന്നോട്ട് പോയി. എന്താണെങ്കിലും ദൈവം അത്ഭുതം പ്രവർത്തിച്ചു അല്ലേ. അത് ആ സ്ഥലം, ഒരു ചെറിയൊരു വീട് മോഹൻ അത് ഒപ്പിച്ചെടുക്കാനായിട്ട് കഴിഞ്ഞു. ഞാൻ പറഞ്ഞു വരുന്നത്, അധികം അറിവുകളൊന്നും മോഹനില്ലെങ്കിലും ഈ കാര്യങ്ങൾക്കൊരു തീരുമാനം നടക്കണമെന്നുണ്ടെങ്കിൽ ദൈവം ചെയ്യാതെ പറ്റില്ല എന്നുള്ള ഒരു വലിയൊരു അറിവ് മോഹനുണ്ട്. അത് മോഹൻ്റെ ജീവിതത്തിൽ നല്ലത് ചിന്തിക്കും, നല്ലത് പ്രവർത്തിക്കുമെന്ന് ഞാൻ ചിന്തിക്കുകയാണ്. അപ്പം അങ്ങനെ പ്രാർത്ഥിക്കാൻ പെട്ടെന്ന് കടന്നു വന്ന് അതിനകത്തൊരു വിഷയം അതിനകത്ത് സക്സസ് ആകുന്നത് കാണാനായിട്ട് എനിക്കും വളരെ സന്തോഷം തോന്നി. നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം വരുമ്പോൾ ആദ്യം ദൈവത്തിൻ്റെ സന്നിധിയിൽ മുട്ടുമടക്കാൻ, ദൈവത്തിൻ്റെ സന്നിധിയിൽ കരയാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും. സ്തോത്രം. കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും. ഒരിക്കലും ഹൃദയം കൊണ്ട് യഹോവയെ വിട്ടു മാറാൻ നമ്മൾ പാടില്ല. അതൊരു ചെറിയ വിഷയമാണെങ്കിൽ പോലും കർത്താവ് അത്ഭുതം പ്രവർത്തിക്കുന്നവനാണെന്ന് എനിക്ക് വളരെ വ്യക്തമായിട്ട് അത് എന്നെ ദൈവം പല സന്ദർഭങ്ങളിലൂടെ അത് ബോധിപ്പിച്ചിട്ടുണ്ട്. ദൈവത്തിൻ്റെ കരങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം, അത് പ്രാർത്ഥിക്കാം. എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ വലിയ ഒരു പ്രശ്നത്തിലൂടെ ഞാൻ കടന്നു പോയപ്പോഴും ആ പ്രശ്നത്തിൽ ദൈവത്തിൻ്റെ ഒരു അത്ഭുതമേറിയ ഒരു കരം കണ്ടത് എനിക്ക് നല്ല നിശ്ചയമാണ്. ഒരു വലിയൊരു കേസ്, ഒരു ഫിനാൻഷ്യൽ ഫ്രോഡ് ഒരു കേസ് എനിക്ക് എഗെയിൻസ്റ്റായിട്ടൊക്കെ വന്നു. നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണ്. അങ്ങനെ വന്ന സന്ദർഭത്തിൽ അത് അന്വേഷിക്കാനായിട്ട്, വിജിലൻസിന് അന്വേഷിക്കാനായിട്ട് ഏൽപ്പിച്ചത് നമുക്ക് പരിചയമുള്ള ഒരു ദൈവദാസ്, ഒരു കമ്മീഷണറായിരുന്നു. അപ്പം അതുകൊണ്ട് എന്ത് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം ഇത് കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അദ്ദേഹം കൂടെയുള്ളവരെയൊക്കെ വിളിച്ച് എല്ലാ കാര്യങ്ങളും സംസാരിച്ചു. അപ്പോൾ ഞാൻ ഇതിനകത്തൊരു കുറ്റവും ചെയ്യാത്തവരാണെന്നുള്ളത് ബോധ്യമായി. അങ്ങനെ ആ ലെവലിൽ കേസിനെ ഡയറക്റ്റ് ചെയ്ത് കൊണ്ടുപോകാനൊക്കെ കഴിഞ്ഞു. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചോണം. നമ്മളതിൽ ഷോക്കഡാവരുത്, നമ്മളൊട്ടും ഷോക്കഡാവരുത്. ദൈവം അതിനകത്ത് ഒരു വിടുതൽ നമുക്ക് തരും. ദൈവത്തിൻ്റെ വിടുതൽ നമുക്ക് കാണാനായിട്ട് കഴിയും. ദൈവത്തെ ആശ്രയിക്കാനായിട്ട് നമുക്ക് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ദൈവം അതിന്മേൽ ഒരു വലിയ കാര്യം നമുക്ക് ചെയ്തു തരും എന്നുള്ളത് നമുക്ക് സംശയം വേണ്ട. ഒരു പേഴ്സ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു, ഒരു വസ്തു നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു, ഒരു കാര്യം നമുക്ക് പോയി, ഒരു കാര്യം നിങ്ങൾക്ക് നടക്കുന്നില്ല മുന്നോട്ട്. ഇങ്ങനെയുള്ള എല്ലാ സന്ദർഭങ്ങളിലും ഒന്നുമില്ലെങ്കിൽ ഗ്രൂപ്പായിട്ട് അല്ലെങ്കിൽ ഇൻഡിവിജ്വലായിട്ട് നിങ്ങൾ മുട്ടുമടക്കി നിങ്ങൾ ആ വിഷയം പറഞ്ഞ് കണ്ടിന്യൂസ് ആയിട്ട് പ്രാർത്ഥിക്കാനുള്ള ഒരു മനസ്ഥിതി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കണം പ്രിയമുള്ളവരെ. അത് ഒരു വിടുതലിലേക്ക് നയിക്കും. നിങ്ങളുടെ വിശ്വാസത്തിൽ അത് ഉറപ്പാക്കി നിങ്ങൾ കൊണ്ടുപോകാനായിട്ട് കഴിയും. 1 തെസ്സലോനിക്ക ലേഖനം അതിൻ്റെ 5:17 അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്, നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം, മടുപ്പ് കൂടാതെ പ്രാർത്ഥിക്കണം എന്നാണ് പറയുന്നത്. എങ്ങനെ പ്രാർത്ഥിക്കണം എന്നാണ് പറയുന്നത്? മടുപ്പ് കൂടാതെ. ഒന്ന് പറഞ്ഞ ആ വാക്കൊന്ന് പറഞ്ഞേ, മടുപ്പ് കൂടാതെ. സ്തോത്രം. മടുപ്പ് കൂടാതെ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാൽ ചില വിഷയങ്ങൾ നമ്മൾ പ്രാർത്ഥിക്കും. ഒരു ആഴ്ച പ്രാർത്ഥിച്ചു, 2 ആഴ്ച പ്രാർത്ഥിച്ചു, 1 മാസം പ്രാർത്ഥിച്ചു, 1 വർഷം പ്രാർത്ഥിച്ചു, നടക്കുന്നില്ല. നമ്മൾ ആ വിഷയത്തെ വിട്ടു, ഇനി ഇത് ദൈവത്തിനൊന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ള ചിന്തയിൽ നിങ്ങൾ വിട്ടുകളയരുത്. മടുപ്പ് കൂടാതെ ആ വിഷയത്തിൻ്റെ മേൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന് ഒരു അവസരമുണ്ട്. ദൈവം അത് ചെയ്യും. ദൈവത്തിൻ്റെ സമയത്ത് ആ കാര്യങ്ങൾ നടക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. അതാണ് ദൈവത്തിൻ്റെ പദ്ധതി എന്ന് പറയുന്നത്. തന്നെയുമല്ല, പ്രേയർ എന്ന് പറയുന്നത് സത്യത്തിൽ എന്താണ്? പ്രേയർ എന്ന് പറയുന്നത് ഒരു റിലേഷൻഷിപ്പാണ്, ഒരു ബന്ധമാണ്. ആരുമായിട്ടുള്ള ബന്ധം? ദൈവവുമായിട്ടുള്ള ഒരു ബന്ധമാണ്. അവിടെ നിങ്ങൾക്ക് ഏത് ഭാഷയും ഉപയോഗിക്കാം, ഏത് വികാരവും നിങ്ങൾക്ക് ഉപയോഗിക്കാം, ഏത് സമയവും നിങ്ങൾക്ക് ഉപയോഗിക്കാം. എങ്ങനെ വേണമെങ്കിലും ഈ ദൈവത്തോട് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പാണ്. കർത്താവേ, നീ എന്നെ എന്തിനാണ് ഉപേക്ഷിച്ചത്? കർത്താവേ, നീ അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല. നിങ്ങൾക്കിതൊക്കെ പറയാം.
ഒരു പ്രശ്നമില്ല. നിങ്ങളുടെ റിലേഷൻഷിപ്പ്, നിങ്ങളുടെ ബന്ധം എത്രത്തോളം ദൈവവുമായിട്ട് ആഴത്തിലാണെന്നുള്ളതാണ് ഈ കാര്യങ്ങളെല്ലാം കാണിക്കുന്നത്. അപ്പോൾ പ്രാർത്ഥനയിൽ രണ്ടാമത്തെ ഒരു കാര്യം നിങ്ങൾ ചിന്തിക്കേണ്ടുന്നത്, എൻ്റെ ബന്ധം ശക്തമാക്കി കൊണ്ടുവരുവാനായിട്ടാണ് ദൈവം എനിക്ക് ഈ പ്രാർത്ഥന എന്ന് പറയുന്ന കാര്യം തന്നെ തന്നിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പ്രാർത്ഥനയിൽ ഒരിക്കലും വിട്ടുപോകത്തില്ല, പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും എന്ന് നമുക്ക് ചിന്തിക്കാം. അത് നിങ്ങളുടെ വിശ്വാസത്തെ തടസ്സം വരുത്താതെ മുന്നോട്ട് പോകുന്നതിൽ സഹായിക്കും. മൂന്നാമത്തെ കാര്യത്തിലേക്ക് നമുക്ക് കടക്കാം. മൂന്നാമത്തെ കാര്യം, നമ്മുടെ വിശ്വാസം എവിടെയെങ്കിലും സ്ലിപ്പാകുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ മൂന്നാമത്തെ കാര്യം നിങ്ങൾ ചിന്തിക്കണം, നിങ്ങളുടെ മനസ്സിൽ ചിന്തിക്കണം, വർഷിപ്പ് ബിക്കം എ ഡ്യൂട്ടി ദാൻ എ ഡിലൈറ്റ്. ആരാധന എന്ന് പറയുന്നത്, നമ്മൾ ആരാധിക്കുന്നത്, ദൈവത്തെ ആരാധിക്കുവാൻ ഉള്ള നമ്മുടെ മനോഭാവം, അത് നമുക്കൊരു ഡ്യൂട്ടി ആയിട്ടാണോ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് തോന്നിയിരിക്കുന്നത്, അതോ ഒരു ഡിലൈറ്റ് ആയിട്ടാണോ തോന്നിയിരിക്കുന്നത്? ഡിലൈറ്റ് എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ഒരു വലിയ ആത്മസന്തോഷം, അല്ലെങ്കിൽ ഒരു സന്തോഷം ജനിപ്പിക്കുന്ന ഒരു കാര്യം. ഞായറാഴ്ച രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോൾ നമുക്ക് എന്താ തോന്നുന്നത്? നമ്മൾ ഇന്ന് ഞായറാഴ്ചയാണോ, അയ്യോ കഷ്ടം, ചർച്ചിൽ പോണല്ലോ, ഇതാണോ നമ്മുടെ തോന്നൽ? ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വിശ്വാസത്തിൽ എന്തോ സംഭവിച്ചു. കർത്താവിനെ ആരാധിക്കണം. ഏതൊരു സാഹചര്യത്തിലും എനിക്ക് കർത്താവിനെ ആരാധിക്കണം. ഇതാണ് എന്നെ ഭരിച്ചുകൊണ്ടിരിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ വിശ്വാസത്തിൽ നമുക്ക് വളർച്ചയുണ്ട്. ഹല്ലേലൂയ. ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും വളരെ ഇമ്പോർട്ടൻസ് ഉള്ളൊരു കാര്യമാണ്. ഒരു ഡ്യൂട്ടി നിവർത്തിക്കാനായിട്ട് നമ്മൾ ആരാധിക്കുന്നവരുണ്ട്. കടന്നു വന്ന് പാസ്റ്റർ നിൽക്കുന്നു വിചാരിച്ചുകൊണ്ട് കൈയടിക്കുന്നവരുണ്ട്, അന്യഭാഷ പറയുന്നവരുണ്ട്, അല്ലെങ്കിൽ മറ്റുള്ളവർ എന്ത് ചിന്തിക്കുന്നു വിചാരിച്ചുകൊണ്ട് കൈയടിക്കുന്നവരുണ്ട്, ചർച്ചിൽ കടന്നു വരുന്നവരുണ്ട്. ഒരു കാര്യമില്ല, ഒരു പ്രയോജനമില്ല. അതേസമയം എൻ്റെ ജീവിതത്തിൽ ഇതൊരു ഡിലൈറ്റാണ്, ഇതൊരു ഡിലൈറ്റാണ്. സങ്കീർത്തനം 122:1 നമുക്കൊന്ന് വായിക്കാം. 122:1 വായിച്ചു നോക്കിയാട്ടെ. സങ്കീർത്തനം 122:1. ഒരുപാട് വാക്യങ്ങൾ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ചിന്തിക്കാനായിട്ട് കഴിയും. ദാവീദിന്റെ സങ്കീർത്തനങ്ങൾ. യഹോവയുടെ ആലയത്തിലേക്ക് നമുക്ക് പോകാമെന്ന് അവർ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. യഹോവയുടെ ആലയത്തിൽ പോകാമെന്ന് അവർ പറഞ്ഞപ്പോൾ ഞാൻ ഒരുപാട് സന്തോഷിച്ചു, ഒരുപാട് സന്തോഷിച്ചു. പ്രൈസ് ഗോഡ്. അതുപോലെ ദാവീദിന്റെ മറ്റൊരു കാര്യം നമ്മൾ വായിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു 27-ാമത്തെ സങ്കീർത്തനമാണെന്നാണ് തോന്നുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടം അവൻ്റെ പടിവാതിക്കൽ ഇരിക്കുന്നതാണെന്നുള്ളൊരു വാക്യമുണ്ടല്ലോ. അതേതാണിത്? 27-ാമത്തെ സങ്കീർത്തനമാണോ? 84-ാമത്തെ സങ്കീർത്തനം. എത്ര? 34. കറക്റ്റ്. 84 അല്ലേ? 84-ലുണ്ട്. നിന്റെ പ്രാകാരങ്ങളിൽ കഴിക്കുന്ന ഒരു ദിവസം വേറെ 1000 ദിവസത്തെക്കാൾ ഉത്തമമല്ലോ. അതെ, ഒരു ദിവസം എന്ന് പറയുന്നത് 1000 ദിവസത്തെക്കാളും ഉത്തമമായിട്ടുള്ളതാണല്ലോ. നിന്റെ പ്രാകാരങ്ങളിൽ കഴിക്കുന്ന ഒരു ദിവസം വേറെ 1000 ദിവസത്തെക്കാൾ ഉത്തമമല്ലോ. ദുഷ്ടന്മാരുടെ കൂടാരങ്ങളിൽ പാർക്കുന്നതിനേക്കാൾ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിൻ്റെ ഇത് തന്നെ, ആലയത്തിൽ വാതിൽ കാവൽക്കാരനായിരിക്കുന്നത് എനിക്കിഷ്ടം. നോക്കി, ഇത് നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡാണ്. അപ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും ആരാധനയോടുള്ള നമ്മുടെ മനോഭാവം എന്താണ്? സങ്കീർത്തനം 42 നമ്മൾ വായിക്കുന്നത് എന്താണ്? എൻ്റെ ആത്മാവിനെ കുറിച്ച് അവിടെ വായിക്കുന്നുണ്ട്. എന്താ പറയുന്നത്? എൻ്റെ ആത്മാവ് വാഞ്ചിക്കുന്നു എന്ന് പറയുന്നുണ്ട് അല്ലേ? മാൻ നീർത്തോടിനെ കാക്ഷിക്കുന്നത് പോലെ എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ അല്ലേ? നിന്നോട് ചേരുക, നിന്നിൽ ഉൾക്കൊള്ളുക, അല്ലെങ്കിൽ നിന്നെ ഉൾക്കൊള്ളുക. ഇതൊരു ആറ്റിറ്റ്യൂഡാണ് പ്രിയമുള്ളവരെ. നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ നമ്മുടെ മനസ്സിൽ ഒരു നിമിഷം, ഒരു 10 സെക്കൻഡ് നമ്മുടെ മനസ്സിലേക്ക് ഒന്ന് ഈ വചനങ്ങളെ ഒന്ന് ആലോചിച്ചേ. ഹല്ലേലൂയ. കർത്താവേ, ഞാൻ എൻ്റെ ജീവിതത്തിൽ ആരാധനയെ എങ്ങനെയാണ് കാണുന്നത്? ഞാൻ എൻ്റെ ജീവിതത്തിൽ ഈ കർത്താവിനെ എങ്ങനെയാണ് കാണുന്നത്? ഇതൊരു നേരം പോക്കായിട്ടാണോ? ഇതൊരു സമയം കൊല്ലി പരിപാടിയായിട്ടാണോ? ഇതൊരു ഡ്യൂട്ടി ആയിട്ടാണോ ഞാൻ ഇതിൽ ആരാധനയ്ക്ക് വരുന്നതും കർത്താവിനെ ആരാധിക്കുന്നതും? അതോ ഇതെനിക്കൊരു ഡിലൈറ്റ് തരുന്നുണ്ടോ? എനിക്കൊരു സന്തോഷം തരുന്നുണ്ടോ? ഹല്ലേലൂയ.
എനിക്കൊരു സന്തോഷം തരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിശ്വാസ ജീവിതത്തിൻ്റെ ആഴം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പെട്ടെന്ന് പോട്ടെ. 4-ാമത്തെ കാര്യം, യു ആർ അവോയ്ഡിങ് കൺവിക്ഷൻസ്. കൺവിക്ഷൻ എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകുന്ന അവസരങ്ങളിൽ പല ഇൻസിഡൻറ്റുകൾ, പല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ നമുക്ക് ആർക്കെങ്കിലും നമ്മൾ ചെയ്തു പോയ ഒരു കാര്യത്തെക്കുറിച്ച് അത് തെറ്റായിപ്പോയി, അയ്യോ അതങ്ങനെയല്ല ഞാൻ ചെയ്യേണ്ടത്, ഇത് ദൈവഹിതമല്ല, ഇത് ദൈവത്തിന് നിരക്കാത്തതാണ് എന്നുള്ള ഒരു കൺവിക്ഷൻ വന്നിട്ടുള്ള അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അവസാനമുണ്ടായതെപ്പോഴാണ്? സ്തോത്രം. എല്ലാവരും ഒരു നിമിഷം ഒന്ന് കണ്ണടച്ചേ, ഒരു 2 മിനിറ്റ് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി. സ്തോത്രം. അവസാനം എപ്പോഴാണ് എനിക്കൊരു കൺവിക്ഷൻ ഉണ്ടായിട്ട് ഞാൻ കർത്താവിനോട് ഏറ്റു പറഞ്ഞത്, കർത്താവേ എനിക്ക് തെറ്റ് പറ്റിപ്പോയി, ഹല്ലേലൂയ, കർത്താവേ എനിക്ക് ഈ ഒരു പ്രശ്നത്തിൽ ഞാൻ എടുത്ത തീരുമാനം തെറ്റായിപ്പോയി, കർത്താവേ ഞാൻ അവളോട് സംസാരിച്ചത് തെറ്റായിപ്പോയി, ഞാൻ അവളോട് മാപ്പ് പറയേണ്ടത് ആവശ്യമാണ്, കർത്താവേ നിൻ്റെ വചനത്തിന് വിരുദ്ധമായിട്ടാണ് ഞാനിപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്, എനിക്കിതിൽ നിന്ന് മാറണം. പ്രിയമുള്ളവരെ, നമ്മുടെ ആത്മീക ജീവിതത്തെ അവലോകനം ചെയ്യുവാൻ നമ്മൾ പലപ്പോഴും നമ്മൾക്ക് സമയം കിട്ടാറില്ല. നമുക്ക് പ്രാർത്ഥനയുണ്ടായിരിക്കാം, നമുക്ക് മെഡിറ്റേഷൻ, ശാന്ത നിമിഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ ഫോക്കസ്ഡായിട്ട് ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഞാൻ ഈ പറയുന്ന കാര്യം വ്യക്തമായിട്ട് മനസ്സിലാവും. അതല്ല എങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ കുറച്ച് പ്രയാസമുണ്ട്. കാരണം നിങ്ങളുടെ ജീവിതം വളരെ ബിസിയാണ്, തിരക്കേറിയ ജീവിതമാണ്. ഈ തിരക്കേറിയ ജീവിതത്തിൽ നിങ്ങൾ സുവിശേഷം പങ്കിടുന്നുണ്ട്, നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, നിങ്ങൾ മറ്റുള്ളവരോട് കരുണ വായ്പ കാണിക്കുന്നുണ്ട്, ഇതെല്ലാം ഉണ്ട്. പക്ഷേ പലപ്പോഴും ഈ തിരക്കേറിയ ജീവിതത്തിൽ നിങ്ങൾക്കൊരു കൺവിക്ഷൻ വന്നിട്ട് നിങ്ങൾ ദൈവത്തോട് മാപ്പ് പറഞ്ഞ് നിങ്ങൾ ഉപേക്ഷിച്ച് നിങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അടുത്ത് ചെല്ലുവാനായിട്ട് ശ്രമിക്കുന്ന ഒരു സ്വഭാവം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? മിഥുൻ മനസ്സിലാവുന്നുണ്ടോ? മിഥുൻ, യങ്സ്റ്റേഴ്സ് മനസ്സിലാവുന്നുണ്ടോ? നിങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും പല രീതികളിലുള്ള ഇൻസിഡൻസ് ഉണ്ടാകുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ വളരെ ധൃതി പിടിച്ച് പോകുമ്പോൾ ഒരു സ്റ്റോപ്പ് വന്നു, ഒരു ജംഗ്ഷൻ വന്നു, അവിടെ സിഗ്നലുണ്ട്. ഈ സിഗ്നലിൽ നിങ്ങൾ നോക്കിയപ്പോൾ ചുമന്ന് കിടക്കുകയാണ്, പക്ഷേ പോലീസുകാരുമില്ല, വിജനമാണ്. നിങ്ങൾ വണ്ടി ഓടിച്ചങ്ങ് പോയി. വണ്ടി ഓടിച്ച് പോയപ്പോഴാണ്, അയ്യോ കഴിഞ്ഞ ആഴ്ച ഞങ്ങളുടെ പാസ്റ്റർ പ്രസംഗിച്ചതാണല്ലോ ഇൻറ്റഗ്രിറ്റിയെക്കുറിച്ച്, അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം കൂടെ ഞാൻ മെഡിറ്റേറ്റ് ചെയ്തതാണല്ലോ ഇൻറ്റഗ്രിറ്റിയെക്കുറിച്ച്, ദൈവസന്നിധിയിൽ സത്യസന്ധതയെക്കുറിച്ച്, നിയമങ്ങൾ പാലിക്കുന്നതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചതാണല്ലോ, ഇപ്പം ഞാൻ എന്താ ചെയ്തത് എന്നൊരു ചിന്ത വന്ന് ഒരു നിമിഷം നിങ്ങൾ സൈഡിലേക്ക് വണ്ടി മാറ്റി കർത്താവേ എന്നോട് ക്ഷമിക്കണമേ എന്ന് പറയുന്നതാണ് കൺവിക്ഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ അതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കർത്താവുമായിട്ട് ചേർന്ന് വിശ്വാസ ജീവിതത്തിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, യാതൊരു സംശയമില്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ചോദിച്ചത്, ലാസ്റ്റ് നിങ്ങൾ എപ്പോഴാണ് ഒരു വിഷയത്തിൽ കൺവിൻസ്ഡ് ആയിട്ട്? ഞാൻ ഉറപ്പായിട്ടും പറയാം, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പാപം ചെയ്തുകൊണ്ടിരിക്കേണ്ട നമ്മൾ ഇല്ലേ? പാപം ചെയ്തവർ ആരെങ്കിലും ഇവിടെ ഉണ്ടോ? പാപം ചെയ്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈവയ്ക്കാട്ടെ. ഞാൻ അവരുടെ കൂടെ കൂടാൻ പോവാണ്. കാരണം എനിക്ക് പിന്നെ അവരാണ് ആവശ്യം. അപ്പോൾ നമ്മളെല്ലാവരും പാപം ചെയ്യുന്നവരാണ് അല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ അർത്ഥം എന്താണ്? നമുക്ക് ദൈനംദിന ജീവിതത്തിൽ കൺവിക്ഷൻസ് ആവശ്യമാണ്. ആലോചിച്ച് നോക്കിയല്ലേ, ഞാനിത് വായിച്ച് പഠിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, അയ്യോ ഞാൻ എന്തോരം ചേഞ്ച് ചെയ്യണം എന്ന് എനിക്ക് മനസ്സിലായി. എന്നെ ഒരുപാട് വേദനിപ്പിച്ചു. അതുകൊണ്ടാണ് ഈ ഒരു ഭാഗം ഒരു സീരീസ് ആയിട്ട് നമ്മൾ എടുക്കാമെന്ന് വിചാരിച്ചത്, ഇതൊരു കണ്ടിന്യൂസ് സീരീസ് ആയിട്ട് എടുക്കാമെന്ന് വെച്ചാൽ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ എത്ര ബിസി ഷെഡ്യൂൾ ആണെങ്കിലും, ഏത് തരത്തിലുള്ളൊരു ഷെഡ്യൂൾ ആണെങ്കിലും, അതുകൊണ്ട് ശാന്ത നിമിഷത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുകൂടാതെ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഒരു കൺവിക്ഷൻസ് എൻ്റെ ജീവിതത്തിൽ വരുത്തി എനിക്ക് മുന്നോട്ട് പോകുവാൻ ഒരു ചേഞ്ച് ആവശ്യമാണ്, ദൈവം എന്നോട് സംസാരിക്കുന്നുണ്ട് എന്ന് ബോധ്യമുള്ളവർക്കായിട്ട് ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. നമ്മൾ ചെയ്തേ പറ്റത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ജീവിതത്തിൽ കൺവിക്ഷൻസ് ഇല്ലെങ്കിൽ നമ്മൾ തെറ്റുകൾ ചെയ്തുകൊണ്ടേയിരിക്കും.
ഒരു തെറ്റ് അത് തെറ്റായിട്ട് നമുക്ക് തോന്നില്ല. ഒരു കാര്യം നമ്മൾ ചെയ്യുന്നത് വീണ്ടും അത് ആവർത്തിച്ചു കൊണ്ടേയിരിക്കും. സ്തോത്രം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, വളരെ ശ്രദ്ധയോടുകൂടി ഈ ഒരു വിഷയത്തിൽ നിങ്ങൾ ശ്രദ്ധ വയ്ക്കുക. എബ്രായർക്ക് എഴുതിയ ലേഖനം 12:6 നമുക്കൊന്ന് വായിക്കാം. ശ്രദ്ധിച്ചോണം, ഈ വാക്യം വളരെ നല്ലൊരു വാക്യമാണ്. കർത്താവ് താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു, താൻ കൈക്കൊള്ളുന്ന ഏത് മകനെയും എന്ത് ചെയ്യുന്നു? തല്ലുന്നു. അയ്യോ, തലോടുന്നു എന്നാണോ ഇനി എഴുതിയേക്കണത്? തെറ്റുണ്ടോ? ഞാൻ കണ്ണട ഒന്നുകൂടെ മാറ്റി നോക്കട്ടോ. കർത്താവ് താൻ സ്നേഹിക്കുന്നവനെ എന്ത് ചെയ്യുന്നു പറഞ്ഞിരിക്കുന്നത്? കൈക്കൊള്ളുന്നവനെ എന്ന് പറഞ്ഞാൽ സ്നേഹിക്കുന്നവനെ അല്ലേ? തല്ലുന്നുണ്ട്. അപ്പൊ ഇടയ്ക്ക് ചില തല്ലുകളും ശിക്ഷകളും ഒക്കെ കിട്ടുമ്പോഴും നിങ്ങൾ വിചാരിക്കുന്നത് എന്താണ്? ഓ, ഇത് കർത്താവ് എന്നെ സ്നേഹിക്കുന്നില്ല എന്നുള്ളതാണെങ്കിൽ നേരെ തിരിച്ചാണ്. കർത്താവ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവനെ ചിലപ്പോൾ ചില തല്ലുകളൊക്കെ തന്നിരിക്കും. റെബ്യൂക്കിംഗ്, ഹേസനിങ്. കർത്താവ് താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില ശിക്ഷകൾ നമുക്ക് കർത്താവിൽ നിന്നാണ് എന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഈ കൺവിക്ഷൻസിന്, ഈ തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിലുണ്ടാകണം. കൺവിക്ഷൻ്റെ മലയാളം തിരിച്ചറിവ് എന്നാണ്. ഈ തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാകണം. എന്നാൽ മാത്രമേ ചില ശിക്ഷകൾ നമുക്ക് ഇത് കർത്താവിനാൽ സംഭവിച്ചതാണ്, ഞാൻ മാറിയേ പറ്റത്തുള്ളൂ, പെട്ടെന്ന് നമുക്ക് ഡിസിഷൻ എടുക്കാം. അപ്പനും അമ്മയും നമ്മളെ പിള്ളേരെ ശിക്ഷിച്ചിട്ടുണ്ട്. നമ്മളെല്ലാം ശിക്ഷിച്ചിട്ടുണ്ട് പിള്ളേരെ. എപ്പോഴാണ് ശിക്ഷിക്കുന്നത്? ശിക്ഷിക്കുന്ന ഒരു വലിയ കുറ്റം കാണുമ്പോഴാണ് ശിക്ഷിക്കുന്നത്. അത് എന്തിനാണ് ശിക്ഷിക്കുന്നത്? അവർ ചീത്തയായി പോകാനാണോ? അല്ല, അവർ നല്ലതായി തീരാനായിട്ടാണ്. സ്തോത്രം. കർത്താവ് നമ്മളെ നല്ലതാക്കി മാറ്റുവാൻ കർത്താവ് നമ്മളെ ശിക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് റോമർ 12:2-3 ആരോ ഇന്നും അത് എടുത്ത പോലെ എനിക്ക് തോന്നിയില്ലേ? കഴിഞ്ഞ ദിവസങ്ങളിലോ എപ്പോഴോ റോമർ 12:2-3 എപ്പോഴും എടുക്കുന്നൊരു വാക്യമാണ്. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുന്ന ഒരു അനുഭവമാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിസ്ഥാനം. എന്ന് പറഞ്ഞേ, മനസ്സ് പുതുക്കുക, മനസ്സ് പുതുക്കുക. റിന്യൂ യുവർ മൈൻഡ്. അപ്പോൾ റിന്യൂവിങ് മൈ മൈൻഡ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്. മേ ബി ഇറ്റ് ഈസ് നോട്ട് എ കണ്ടിന്യൂസ് പ്രോസസ്, ഇറ്റ് ഈസ് എ കണ്ടിന്യൂവൽ പ്രോസസ് എന്ന് വേണമെങ്കിൽ പറയാം. ഇംഗ്ലീഷിൽ കണ്ടിന്യൂസും കണ്ടിന്യൂവലും എന്ന് 2 വാക്കുണ്ട്. അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. കണ്ടിന്യൂവൽ എന്ന് പറയുന്ന ഒരു മാനേജ്മെന്റ് പദമാണ്. കണ്ടിന്യൂവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മൾ റിന്യൂ ചെയ്യുന്നു, അതോടൊപ്പം നമ്മൾ ചേഞ്ച് ചെയ്ത് മുന്നോട്ട് പോകുന്നു. റിന്യൂ ചെയ്ത് നമ്മൾ മനസ്സിലാക്കി അങ്ങനെ തന്നെ നിൽക്കുകയല്ല, മറിച്ച് റിന്യൂ ചെയ്ത് അല്ലെങ്കിൽ മനസ്സിലാക്കിയ കാര്യത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് അപഗ്രഥിച്ച് നമ്മളതിനെ ഏറ്റെടുത്ത് നമ്മൾ മുന്നോട്ട് പതുക്കെ പോകുന്ന ഒരു ലൈഫ് സ്റ്റൈലാണത്. നമുക്ക് ആവശ്യമാണ്. ക്രിസ്തീയ ജീവിതത്തിൽ ഏറ്റവും ആവശ്യമുള്ള ഒരു കാര്യമാണത്. എൻ്റെ മൈൻഡിനെ റിന്യൂ ചെയ്യാനായിട്ട് എനിക്ക് കഴിയണം. അതിന് ഞാൻ സമയം കണ്ടെത്തണം. ഞാൻ രാത്രി കാലങ്ങളായിരിക്കും ഏറ്റവും ബെസ്റ്റ് ഇതിന്. ക്വയറ്റ് ടൈം എപ്പോഴും രാവിലെയാണ് നല്ലത്. പക്ഷേ റിന്യൂവൽ അല്ലെങ്കിൽ ഈ കൺവിക്ഷൻസിനെ തിരിച്ചറിയാനുള്ള ഒരു അവസരം ഏറ്റവും നല്ലത് എപ്പോഴാണെന്ന് അറിയോ? രാത്രിയിലാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഈ പലപ്പോഴും ഈ തിരക്ക് പിടിച്ച ഹസ്ബൻഡുമാരുള്ളപ്പോഴേ, ഈ ഇതൊക്കെ ഭയങ്കര തിരക്കാണല്ലോ ഹസ്ബൻഡുമാർക്ക്, ഭയങ്കര തിരക്ക് പിടിക്കും. അപ്പോൾ ഈ ഭാര്യമാർക്ക് പറയാനുള്ള അവസരം വേണ്ടേ? അപ്പോൾ ഭാര്യമാർക്ക് പറയാനുള്ള അവസരമില്ല. അപ്പോൾ ഈ കാര്യങ്ങൾ പറഞ്ഞൊന്നും ബോധിപ്പിക്കാനായിട്ട് രാത്രി കാലങ്ങളിൽ കിടന്നുറങ്ങാൻ നേരത്താണ് ഈ ഭാര്യമാർ ഈ നെഗറ്റീവായിട്ടുള്ള എല്ലാ കാര്യവും ഭർത്താക്കന്മാരുടെ അടുത്ത്. അപ്പോൾ ഭർത്താവ് പറയും, നീ ഒന്നും മിണ്ടാതെ ഒന്ന് കിടന്നത് അല്ലേ എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ മനസ്സിനോട് ഇപ്പോൾ രാത്രി കാലത്ത് നമ്മളിങ്ങനെ ഇരിക്കുകയാണ്. പകൽക്കാലം സംഭവിച്ച ചില കാര്യങ്ങൾ, വളരെ നെഗറ്റീവായിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മളത് അയവിട്ട് കർത്താവിനോട് ഇറക്കാനായിട്ട് നമ്മളിങ്ങനെ ശ്രമിക്കുമ്പോൾ നമ്മൾ തന്നെ പറയും, ഓ ഇതൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല, ഇതൊക്കെ അങ്ങ് പൊക്കോളും എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിനെ ഒഴിവാക്കി കളയുന്ന ഒരു സ്വഭാവം നമ്മുടെ ജീവിതത്തിലുണ്ട്. ശരിയാണോ ഐബി? ശരിയാണോ? ഒഴിവാക്കി അങ്ങ് കളയും നമ്മൾ. ഓ ഇതൊന്നും വലിയ പ്രശ്നം ഒന്നുമില്ല. പക്ഷെ അത് പ്രശ്നമുണ്ട്. പിന്നെ നാളെ വരുമ്പോഴത് വീണ്ടും വലുതായിക്കൊണ്ടിരിക്കുക. പിന്നെ അന്നത്തെ രാത്രിയിൽ വീണ്ടും അത് സ്ട്രെങ്തൻ കൂടി, അത് കുറച്ചുകൂടെ സ്ട്രെങ്ത് കൂടി.
അപ്പം അതുകൊണ്ട് പ്രിയമുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ ജീവിതത്തിൽ ഈ രാത്രി കാലങ്ങളിൽ ഒരല്പസമയം തിരക്കേറിയ ആ അനുഭവത്തിൽ നിന്ന് ഒരല്പം ഒന്ന് മാറി നിന്നിട്ട് കഴിഞ്ഞ പകൽക്കാലം എന്താണ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്, ആരോടൊക്കെ ഞാൻ ബന്ധപ്പെട്ടു, ആരോടൊക്കെ ഞാൻ സംസാരിച്ചു, ആരോടൊക്കെ ഞാൻ നെഗറ്റീവായിട്ട് പറഞ്ഞു, അതിലെല്ലാം എവിടെയെങ്കിലുമൊക്കെ പരിഹാരം വരുത്താനുണ്ടോ, ഉണ്ടെങ്കിൽ ദൈവത്തോട് ആദ്യം പരിഹാരം വരുത്തി പിറ്റേ ദിവസം തന്നെ ആ പ്രശ്നത്തിനൊരു എന്താണെങ്കിലും ഒരു ഫൊർഗീവ്നെസ് ചോദിക്കാനുണ്ടെങ്കിൽ അതും ചോദിച്ച് സമാധാനമായിട്ടൊന്ന് അടങ്ങി നോക്കി, നമുക്ക് യാതൊരു അസുഖം പോലും വരില്ല. അല്ലെങ്കിൽ ഈ ഗ്യാസ് വരും, അകപ്പാടൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നതിൻ്റെ ഒരു റീസൺ ഇതാണെന്നാണ് പറയുന്നത്. ക്യാൻസറിൻ്റെ ഒരു റീസൺ പറയുന്നത് തന്നെ ഈ അൺഫോർഗീവ്നെസ് വച്ചുകൊണ്ടിരിക്കുന്നവരുടെ ഇടയിൽ ഒരുപാട് ക്യാൻസർ വരുന്നെന്ന് പറയുന്നു. അതായിക്കൊള്ളും നിർബന്ധമൊന്നുമില്ല കേട്ടോ, ഞാനത് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഒരു റീസൺ, പ്രോബബിലിറ്റിയെ കുറിച്ചാണ് പറയുന്നത്. എല്ലാം അങ്ങനെയാണെന്ന് പറയരുത്. ഞാനെങ്കിലും ക്യാൻസർ രോഗി ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് പോയിട്ട് പ്രാർത്ഥിച്ചു, ഓക്കെ പ്രാർത്ഥിച്ചു, എന്തെങ്കിലും അൺഫോർഗീവ്നെസ് ഉണ്ടോ സിസ്റ്ററെ ഒന്നും ചോദിച്ചേക്കോ, പ്ലീസ് ഡോണ്ട് ഡു ദാറ്റ്, ഒന്നും ചെയ്തേക്കുകയോ ചെയ്യരുത്. ഇത് ഞാനൊരു പ്രോബബിലിറ്റി പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇത് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്ന വ്യഥകളും ഇതുമെല്ലാം ഇങ്ങനെ വച്ച് തേട്ടി അത് ആകെ ഈ പുളിച്ചു തകട്ടുക എന്നൊക്കെ പറയുന്ന അസുഖങ്ങളുണ്ടല്ലോ, ഗ്യാസ്, ഇതൊക്കെ ഉണ്ടാകുന്നതിൻ്റെ ഒരു റീസണെ കുറിച്ച് പറയുമ്പോൾ ഇങ്ങനെയാണ് പറയുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ രാത്രി കാലങ്ങളിൽ ഒരു കൺവിക്ഷനോടുകൂടി, കർത്താവേ നീ അങ്ങയുടെ പരിശുദ്ധാത്മാവിൽ ഞാൻ ആശ്രയിക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങൾ, കഴിഞ്ഞ മണിക്കൂറുകളിൽ എനിക്കെന്ത് സംഭവിച്ചു, ഞാൻ എങ്ങനെയായിരുന്നു, എൻ്റെ ജീവിതം എങ്ങനെയാണ് പോകുന്നത് എന്ന് ചിന്തിച്ച് അതിനകത്തൊരു മാറ്റം വരുത്തുന്ന ദൈവ പൈതലിനായിട്ട് ഞാൻ സ്തോത്രം ചെയ്യുന്നു. അത് നാലാമത്തെ കാര്യമാണ്. നമുക്കൊരു മാറ്റം വരുത്തുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ദൈവം നമുക്ക് ചെറിയ ശിക്ഷ തന്നാൽ ആ ശിക്ഷ ഒരു പക്ഷേ ഞാൻ മാറുവാനാണെന്ന് ചിന്തിക്കുന്നവർക്കായിട്ട് ഞാൻ സ്തോത്രം ചെയ്യുന്നു. അഞ്ചാമത്തെ കാര്യം, അവസാനത്തെ കാര്യമാണ്. അഞ്ചാമത്തെ കാര്യം, പലപ്പോഴും നമ്മൾ ഒരുപാട് നാളുകൾ പ്രാർത്ഥിക്കുകയും ഒരുപാട് വിഷൻ കാണുകയും ദർശനം ലഭിക്കുകയും ഒക്കെ ചെയ്ത പല കാര്യങ്ങൾ വർഷങ്ങളായിട്ട് നമ്മുടെ ജീവിതത്തിൽ നടക്കാതെ വന്നു കഴിയുമ്പോൾ എന്താ നമുക്ക് സംഭവിക്കുന്നത്? ദൈവത്തിലുള്ള നമ്മുടെ എക്സ്പെക്റ്റേഷൻ, പ്രതീക്ഷകൾ മങ്ങും. ശരിയാണോ? അങ്ങനെ മങ്ങിയിട്ടുണ്ടോ? അങ്ങനെ മങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മുടെ വിശ്വാസത്തിന് വലിയ കോട്ടം സംഭവിച്ചു എന്നുള്ളതാണ്. മറ്റൊരർത്ഥത്തിൽ നമ്മൾ പറഞ്ഞാൽ, ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളുടെ മേൽ നമ്മുടെ വിശ്വാസം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എക്സ്പെക്റ്റേഷൻ, പ്രതീക്ഷ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ വിശ്വാസത്തിന് കോട്ടം സംഭവിച്ചു. ദൈവം ഒരു വാഗ്ദാനം ചെയ്താണ് എന്നെ വിളിച്ചിരിക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളെ നമ്പർ ചെയ്തോളൂ. ഇപ്പോൾ സോളി സിസ്റ്റർ, രേഷ്മ, ഏഞ്ചലിൻ, ജിനി സിസ്റ്റർ, ഇവരെ ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്ന ദൈവത്തിന് പ്രത്യേകമായ ഉദ്ദേശമുണ്ട്. ദൈവം അവർക്ക് പ്രത്യേകമായിട്ടുള്ള വാഗ്ദാനങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇല്ലേ മോളെ രേഷ്മ? ഇല്ലേ? വാഗ്ദാനം ഇല്ലേ? ഇതുവരെ ഒന്നും നടന്നിട്ടില്ലല്ലോ, പിന്നെ ഇനി എന്ന് നടക്കാനാ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് നമ്മുടെ മനസ്സിൽ എപ്പോഴെങ്കിലും കയറി വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മുടെ വിശ്വാസത്തിന് കോട്ടം സംഭവിച്ചു. പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, എബ്രായർ 11-ാമത് അധ്യായം നമ്മൾ വായിക്കുമ്പോൾ വിശ്വാസ വീരന്മാരാണ് അവിടെ. നമ്മുടെ പിതാക്കന്മാരെല്ലാവരും അപാര വിശ്വാസ വീരന്മാരാണ്. 2000 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവ് കാൽവരി ക്രൂശിൽ കടന്ന് മരിച്ചു, അടക്കപ്പെട്ടു, 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു, തിരിച്ചുപോയി. ഇതെല്ലാം ശിഷ്യന്മാർ കണ്ടിട്ട് അവർ തൊട്ടടുത്ത നിമിഷങ്ങളിൽ അവർ പ്രസംഗിക്കുന്ന പ്രസംഗം എന്ന് പറഞ്ഞാൽ കർത്താവ് വീണ്ടും വരുന്ന സ്തോത്രം. മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ അവർക്ക് കൊടുത്ത പ്രോമിസിനെ, വാഗ്ദാനത്തെ അവരൊട്ടും ടൈം ലാപ്പോ ഒന്നുമില്ല, അവർ ഇമ്മീഡിയറ്റ് ആയിട്ട് അത് പ്രസംഗിക്കാൻ തുടങ്ങി, അവരത് വിശ്വസിച്ചു എന്നുള്ളത് അതിൻ്റെ അർത്ഥം. 11-ാമത്തെ അധ്യായത്തിൽ നമ്മൾ എന്താ വായിക്കുന്നത്? വിശ്വാസ വീരന്മാരായിട്ടുള്ള പിതാക്കന്മാർ മുഴുവൻ എന്തൊക്കെയോ പ്രത്യാശ വെച്ചു. ഈ പ്രത്യാശ ഒന്നും അവർ സബലീകരിച്ചില്ല. അവിടെ പറയുന്നുണ്ട്. 11-ാമത്തെ അധ്യായം വായിച്ചാൽ നമുക്കറിയാം. ഞാനത് മുഴുവൻ വായിപ്പിക്കുന്നില്ല. 11-ാമത്തെ അധ്യായത്തിൽ വിശ്വാസ വീരന്മാരെ കുറിച്ച്, വിശ്വാസത്തെക്കുറിച്ചാണ് വ്യക്തമായിട്ടൊരു ധാരണ നമുക്ക് തരുന്നത്. അവിടെ പ്രത്യാശ അർപ്പിച്ചുകൊണ്ട് അവർ ജീവിതത്തിലേക്ക് മുന്നോട്ട് പോയി. ആ മുന്നോട്ട് പോയെങ്കിൽ എല്ലാവർക്കും അത് ലഭിച്ചു എന്നുള്ളതല്ല, മറിച്ച് അവർ ആ വിശ്വാസത്തിൽ അവരുടെ ജീവിതകാലം മുഴുവൻ ശക്തരായിട്ട് ദൈവത്തിൽ പിടിച്ചു നിന്നു എന്നുള്ളതാണ്. അവരുടെ പ്രത്യാശയ്ക്ക് ഭംഗമൊന്നും വന്നിട്ടില്ല. അവർ കർത്താവിൻ്റെ
രാജ്യത്തുണ്ട്. കർത്താവിൻ്റെ കൂടെ ഉണ്ട് അവർ. സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ പ്രത്യാശ ദൈവം തന്നിട്ടുണ്ടെങ്കിൽ അത് നിവർത്തിക്കുവാൻ അവൻ മതിയായവനാണ്. ഒരു ദർശനം നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ, ഹബക്കൂക്കിന്റെ ലേഖനത്തിൽ നമ്മൾ 2-ാം അധ്യായം വായിക്കുന്നുണ്ട്, അതിനൊരു സമയം, ഒരു അവധി വച്ചിട്ടുണ്ട് ദൈവം. പക്ഷെ അത് നിവർത്തിക്കും. നമ്മളിപ്പോൾ കാണുന്ന കാഴ്ച ഇപ്പോൾ നടക്കുന്നില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിലും അത് നിവർത്തിക്കുന്ന ദൈവത്തിന്റെ കരത്തിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ദൈവം അത് അത്ഭുതകരമായിട്ട് അത് പ്രവർത്തിക്കും. എഫേസ്യർ 3:20 നമുക്കൊന്ന് വായിക്കാം. ആ വാക്യം നമ്മളൊരു കൺക്ലൂസീവായിട്ടൊരു വേർഡാണ്. എഫേസ്യർ 3:20. എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന് എന്ത് ചെയ്യുന്നു? സഭയിലും ക്രിസ്തുവേശുവിലും എന്നേക്കും തലമുറ തലമുറയായും മഹത്വം ഉണ്ടാകട്ടെ. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വാക്കുകളിലൂടെ പറയേണ്ടുന്ന വാക്കുകളായി പറഞ്ഞിരിക്കുന്ന തലമുറ തലമുറയായിട്ട് മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ. ഇത് നിവർത്തിക്കും. ദൈവം എന്ത് പറഞ്ഞിട്ടുണ്ടോ അതിനേക്കാളും ഉപരിയായിട്ടല്ലാതെ കുറവായിട്ടൊന്നും ദൈവം ചെയ്യാൻ പോകുന്നില്ല. സ്തോത്രം. ഹല്ലേലൂയ. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ പ്രത്യാശ തന്നിരിക്കുന്ന ദൈവം, അത് വളരെ ഡൈനാമിക് ആയിട്ടുള്ള പ്രത്യാശയാണ് ദൈവം തന്നിരിക്കുന്നത്. ഹല്ലേലൂയ. ആ പ്രത്യാശയ്ക്കായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. വി ഹാവ് ടു റീഇഗ്നൈറ്റ് അവർ ഫെയ്ത്ത്. അല്ലേ? നമ്മൾ നമ്മുടെ ഫെയ്ത്തിനെ ഒന്നുകൂടി റീഇഗ്നൈറ്റ് ചെയ്യണം. പ്രയോറിറ്റൈസ് ഗോഡ്. ദൈവത്തിന് പ്രാധാന്യം കൊടുത്താട്ടെ നമ്മുടെ ജീവിതത്തിൽ. നമ്മളെല്ലാ വിശ്വാസികളുമായി ചേർന്ന് ശക്തമായി പ്രാർത്ഥനാ വിഷയങ്ങൾ ഷെയർ ചെയ്ത് പ്രാർത്ഥിക്കുന്നവരായി തീരട്ടെ. നമ്മളെല്ലാം ആ ഒരു ഫെലോഷിപ്പിൻ്റെ ശക്തമായിട്ടുള്ളൊരു മുന്നേറ്റത്തിലൂടെ നമ്മൾ കടന്നു പോകട്ടെ. മറ്റുള്ളവർക്ക് വേണ്ടി സെർവ് ചെയ്യുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്നവരായിട്ട് നമ്മൾ തീരട്ടെ. ദൈവത്തോട് വളരെ ഓണസ്റ്റായിട്ട് നിൽക്കുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തെ നമുക്കൊന്ന് സമർപ്പിക്കാം. സക്കായിയുടെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ കണ്ടു. സക്കായിയുടെ ജീവിതത്തെ പോലെ ഒരു വളരെ ബേണിംഗ് ഡിസയറോട് കൂടി യേശു കർത്താവിൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്ന ആ സക്കായിയുടെ ജീവിതത്തിൽ ഹല്ലേലൂയ, ദൈവം കടന്നു വന്ന് അവനോട് ഞാൻ നിൻ്റെ വീട്ടിലേക്ക് ഇന്ന് കടന്നു വരുന്നു എന്ന് പറഞ്ഞപ്പോൾ അവനുണ്ടായ ഒരു സന്തോഷം എത്ര വലുതായിരുന്നു. അവൻ്റെ വിശ്വാസത്തെ എത്രത്തോളം ദ്യോതിപ്പിച്ചിട്ടുണ്ടത്. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അടുത്ത് ചെല്ലുന്ന സക്കായിയെ പോലെ ബേണിംഗ് ഡിസയറോടുകൂടി കർത്താവിൻ്റെ അടുത്തേക്ക് ഓടിച്ചെല്ലുന്ന ഓരോ ദൈവ പൈതലിനെയും കർത്താവ് അത്ഭുതകരമായിട്ട് നടത്തട്ടെ. നമ്മുടെ വിശ്വാസം ഫെയ്ഡായിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കാം. നമുക്ക് ലോകത്തിലേക്കുള്ള ശ്രദ്ധ മാറ്റി ദൈവത്തിങ്കിലേക്കുള്ള ശ്രദ്ധ നമുക്ക് വയ്ക്കാം. പ്രാർത്ഥന എന്ന് പറയുന്നത് ഏറ്റവും പ്രയോറിറ്റൈസ് ചെയ്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് വരട്ടെ. വർഷിപ്പ്, ആരാധനയിൽ നമ്മൾ കുറവുള്ളവരാകരുത്. അതൊരു ഡിലൈറ്റ് ഫുള്ളായിട്ട് നമുക്ക് ചെയ്യുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് ലഭിക്കുന്ന ഓരോ കൺവിക്ഷൻസിനും ഓരോ റെബ്യൂക്കിങ്ങും ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന ഓരോ ചെറിയ ശിക്ഷ പോലും അത് നമ്മൾ മനസ്സിലാക്കി അത് ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് അതിൽ നിന്നൊരു മാറ്റം വരുത്തി ജീവിക്കാൻ തക്കവണ്ണം, മനസ്സ് പുതുക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മളെ സഹായിക്കട്ടെ. തന്നെയുമല്ല, ദൈവം നമുക്ക് തന്നിരിക്കുന്ന വാഗ്ദാനങ്ങളിലുള്ള പ്രതീക്ഷകൾ നഷ്ടപ്പെടുത്താതെ ആ പ്രതീക്ഷകളിൽ തന്നെ കണ്ണും നട്ട് മുന്നോട്ട് പോകുവാൻ തക്കവണ്ണം നമ്മളെ കർത്താവ് സഹായിക്കട്ടെ. നമുക്കൊരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാം. ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ നമുക്ക് സമർപ്പിക്കാം. ഹല്ലേലൂയ. കർത്താവിൻ്റെ കരങ്ങളിൽ നമുക്ക് നമ്മളെ സമർപ്പിക്കാം. ഇന്ന് പകൽക്കാലം ഈ കേട്ടതായിട്ടുള്ള ദൈവവചനം എത്ര പേര് ഉൾക്കൊള്ളുന്നുണ്ട്? എത്ര പേര് ഉൾക്കൊണ്ടുകൊണ്ട് അതിനെ കർത്താവെ എൻ്റെ ജീവിതത്തിൽ വിശ്വാസത്തിൻ്റെ തോത് വർദ്ധിപ്പിക്കുവാൻ എനിക്ക് ഈ 5 മേഖലകളെ ഞാനൊന്ന് പരിശോധിക്കുവാൻ പോവുകയാണ്. കർത്താവെ സ്തോത്രം. എൻ്റെ ആറ്റിറ്റ്യൂഡ്, എൻ്റെ മനോഭാവം, സ്തോത്രം കർത്താവെ, അങ്ങ് പ്രോമിസ് തന്നിട്ടുള്ള ദൈവമാണെങ്കിൽ എനിക്ക് ആ പ്രോമിസ് നിവർത്തിക്കും. എത്ര പേർക്ക് അത് വിശ്വസിക്കാൻ കഴിയുന്നുണ്ട്? കണ്ണുകളെ അടച്ച് നിങ്ങൾ വിശ്വസിച്ചാട്ടെ. യെസ്, ഗോഡ് ഈസ് ദെയർ ടു പ്രൊവൈഡ് യു ദ തിങ്സ് വാട്ട് യു ആർ എക്സ്പെക്റ്റിംഗ്. ദൈവത്തിൻ്റെ പ്രതീക്ഷകളിൽ തന്നെ നിങ്ങളായിരിക്കുന്നു എന്നുള്ളത് ദൈവത്തിന് അറിയാം. ഇന്ന് പകൽക്കാലം നിങ്ങളോട് ഓരോരുത്തരോടും സംസാരിക്കുന്ന ഒരു ദൈവകൃപയ്ക്കായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. സകല മഹത്വം അങ്ങേക്ക്. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. കർത്താവ്, നിൻ്റെ മക്കൾ കർത്താവ് എടുത്തിരിക്കുന്ന തീരുമാനങ്ങളിൽ കർത്താവ് കൂടെ നിൽക്കണമേ. ഓ ലോർഡ് ജീസസ്. നമുക്കൊരു പാട്ടിൻ്റെ വരികൾ നമുക്ക് പാടാം. ഏതെങ്കിലും ഒരു പാട്ട്. യെസ്, എന്താ ഓർമ്മ വരുന്നില്ല അല്ലേ? ഹല്ലേലൂയ.
സ്തോത്രം. ഹല്ലേലൂയ. ദൈവപിതാവേ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനും എൻ്റെ സർവസ്വവും മുൻപിലണച്ചു കുമ്പിടുന്നു. Glory God. Let us change ourselves. ഹൃദയത്തിന്റെ ഉള്ളിൽ ദൈവം പരിശുദ്ധാത്മാവിനാൽ മാറ്റം വരുത്തുമ്പോൾ ആ മാറ്റം നമുക്ക് ഉൾക്കൊള്ളുവാൻ. Yes Lord, glory Father, glory Father. Glory God. Hallelujah. We bless you, Jesus. Let the power of God be here, oh God. Let the power of God release, oh God, every people, every believers of Father, to take up seriously, oh God, the word of God. കർത്താവേ, നിന്റെ വചനം ശക്തമായി ഏറ്റെടുക്കുവാൻ, നിന്റെ വചനം ഹൃദയത്തിന്റെ ഉള്ളിൽ സംഗ്രഹിക്കുവാൻ, വചനത്തിലൂടെ മുന്നോട്ട് പോകുവാൻ, ആഴത്തിൽ നിന്നെ സ്നേഹിക്കുവാൻ, പ്രാർത്ഥനയിൽ ഉട്ടിരിപ്പാൻ. ഹല്ലേലൂയ. നീ സഹായിക്കണമേ കർത്താവേ. ശ്വാസത്തിന്റെ ശക്തി. ഗ്ലോറി ഫാദർ. ഹല്ലേലൂയ. നച്ചു കുമ്പിടുന്നു. ഹല്ലേലൂയ. ആരാധിച്ചാട്ടെ. യെസ്, ദൈവത്തെ ആരാധിച്ചാട്ടെ. Oh glory Father, we praise you Jesus. Hallelujah. Thank you Jesus. We bless you Father. Thank you Lord for talking to me, oh God Father. എന്നോട് സംസാരിച്ച ദൈവകൃപയ്ക്കായിട്ട് ഞാൻ സ്തോത്രം ചെയ്യുന്നു. എന്റെ ജീവിതത്തോട് സംസാരിക്കണമേ കർത്താവേ. Praise you Jesus. എല്ലാവരും കരങ്ങളെ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. Hallelujah. We praise you Jesus. You are wonderful, oh God. You are a beautiful God, oh Jesus. Oh Jesus. ഞങ്ങൾ നിന്നെ സ്നേഹിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അങ്ങ് കടന്നു വന്നതിനായിട്ട് സ്തോത്രം. പരിശുദ്ധാത്മാവിന്റെ ശക്തി ഞങ്ങളുടെ മേൽ പകർന്നതിനായിട്ട് സ്തോത്രം. Oh Lord, glory, glory Jesus. Praise you God. Praise you Jesus. What a wonder you are. You are so gentle, so pure and so kind. You shine like the morning star. Jesus, what a wonder you are. Hallelujah. എൻ്റെ ജീവിതത്തിൽ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ യേശു ഒരു അത്ഭുതമാണ്. എത്ര പേർക്ക് അത് വിശ്വസിക്കാൻ കഴിയുന്നുണ്ട്? ഇന്ന് പൽക്കാലം ആ യേശു എനിക്ക് ഒരു അത്ഭുതമാണ് കർത്താവേ. ഈ യേശുവിലൂടെ ഞാൻ പ്രാപിച്ച ദിവ്യശക്തിക്കായിട്ട് ഞാൻ സ്തോത്രം ചെയ്യുന്നു. എന്നിലൂടെ കടന്നു വരുന്ന വിശ്വാസത്തിനായിട്ട് ഞാൻ നന്ദി പറയുന്നു കർത്താവേ. വിശ്വാസത്തിൽ ഞാൻ കുറവ് വരരുത് കർത്താവേ. എൻ്റെ ജീവിതം ധന്യമായി തീരുവാൻ,
എവിടെയെങ്കിലും ഒരു പാപമുണ്ടെങ്കിൽ ആ പാപത്തെ ഞാൻ കൊണ്ടു നടക്കുന്നവനായിട്ടല്ല, മറിച്ച് അതിനെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ദൈവസന്നിധിയിൽ കർത്താവിന്റെ മകനായി മകളായി നടക്കുവാൻ നീ എനിക്ക് യോഗ്യത തന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഇന്ന് പകൽക്കാലം ആരെങ്കിലും ഏതെങ്കിലും പാപത്താലോ പ്രയാസത്താലോ ബുദ്ധിമുട്ടുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ നിൽക്കുന്ന നിൽപ്പിൽ കർത്താവിനോട് പറഞ്ഞാട്ടെ, എന്നോട് ക്ഷമിക്കണമേ കർത്താവേ. ഹല്ലേലൂയ. എന്നോട് ക്ഷമിക്കണമേ പിതാവേ. നിന്റെ രക്തത്താൽ എന്നെ കഴുകണമേ. ഞാൻ ഈ കഴിഞ്ഞ നാളുകളിൽ അങ്ങയോട് വിശ്വസ്തതയായിരുന്നില്ല. എന്നോട് നീ ക്ഷമിക്കണമേ കർത്താവേ. താങ്ക് യു ജീസസ്.